നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. പ്രൈം ടൈം ആരംഭിക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് വരുന്നൊരു വാർത്തയിലേക്ക് ആദ്യം. തിരുവനന്തപുരം വെഞ്ഞാറമൂട് KSRTC ബസ് കയറിയിറങ്ങി 19കാരിയുടെ കൈ അറ്റുപോയി. നാഗർകുഴി സ്വദേശി ഫാത്തിമയുടെ കൈയാണ് അറ്റുപോയത്. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഉമേഷ്, ഇത് എപ്പോഴാണ് ഈ അപകടമുണ്ടായത്? വിവരങ്ങൾ ഉമേഷ്. ഉന്മേഷ, വളരെ ദാരുണമായ സംഭവമാണ്. വൈകിട്ട് 5:30 കൂടിയാണ് അപകടമുണ്ടാകുന്നത്. MLT വിദ്യാർത്ഥിയായ ഫാത്തിമയും സുഹൃത്ത് ഷബാനയും ചേർന്ന് ടൂ വീലറിൽ വീട്ടിലേക്ക് പോവുകയായിരുന്നു. ഈ സമയത്താണ് KSRTC സ്വിഫ്റ്റ് ബസ് മറ്റൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി ഈ സ്കൂട്ടറെയും ഓവർടേക്ക് ചെയ്ത് മറ്റൊരു ബസ്സിനെയും ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചു. ഇതിനിടെയാണ് സ്കൂട്ടറിൽ ഈ ബസ് ഇടിക്കുന്നത്. ബസ് ഇടിച്ച് റോഡിലേക്ക് വീഴുകയും ഈ ബസ്സിൻ്റെ തന്നെ മറ്റൊരു ടയർ ഫാത്തിമയുടെ കൈയിലൂടെ കയറി ഇറങ്ങുകയും അങ്ങനെയാണ് കൈ പൂർണ്ണമായി അറ്റുപോയത്. എന്തായാലും അടിയന്തരമായി തന്നെ നാട്ടുകാർ ഇടപെടുകയും അപ്പോൾ തന്നെ തൊട്ടടുത്ത ആശുപത്രിയിലേക്ക് ഫാത്തിമയെ എത്തിക്കുകയും ചെയ്തു. ഫാത്തിമയെ ഇപ്പോൾ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൈ തുന്നിച്ചേർക്കാൻ കഴിയുമോ എന്നുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ഡോക്ടർമാർ നടത്തുന്നത്. എന്തായാലും ദാരുണമായ സംഭവം. ഈ KSRTC ബസ് ഡ്രൈവറുടെ ഭാഗത്ത് ഏതെങ്കിലും രീതിയിലുള്ള വീഴ്ചയുണ്ടോ എന്നുള്ള കാര്യമെല്ലാം പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഉന്മേഷ്, തിരുവനന്തപുരത്താണ് ഈ വേദനിപ്പിക്കുന്ന സംഭവം ഉണ്ടായത്. KSRTC ബസ് കയറി വിദ്യാർത്ഥിനിയുടെ കൈ അറ്റുപോയി. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങൾ നൽകുകയായിരുന്നു. മലപ്പുറത്തേക്കാണ്. മലപ്പുറം കിഴിശ്ശേരിയിൽ മോഷണശ്രമം ആരോപിച്ച് പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ 2 പേർ പിടിയിലായി. കിഴിശ്ശേരി സ്വദേശി മുഹമ്മദ് ആഷിഖ്, ആദിൽ അഹമ്മദ് എന്നിവരാണ് പിടിയിലായത്. സമീർ ബിൻ കരീമുണ്ട് മലപ്പുറത്തുനിന്ന്. സമീർ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, ഇന്നലെ പുലർച്ചെയാണ് ഈ സംഭവങ്ങൾക്ക് തുടക്കമുണ്ടാകുന്നത്. 17 വയസ്സുള്ള 2 കുട്ടികൾ ഈ നിലവിൽ അറസ്റ്റിലായിരിക്കുന്ന ഇവരുടെ കടയിലേക്ക് പുലർച്ചെ 2:30 മണിയോടെ എത്തുന്നു എന്നാണ് പോലീസ് പറയുന്നത്. പിന്നാലെ ഇവർ കടക്ക് അകത്ത് ഉണ്ടായിരുന്നു. കാരണം സ്ഥിരമായി കടയിൽ മോഷണം നടത്തുന്നത് മൂലം ഇവർ മോഷ്ടാക്കളെ പിടിക്കാൻ വേണ്ടി കടക്കകത്ത് ഒളിച്ചിരിക്കുകയായിരുന്നു. ആ ഒരു സമയത്ത് ഈ കുട്ടികൾ എത്തി എന്നുള്ളതാണ് പോലീസിന് പ്രതികൾ നൽകിയിരിക്കുന്ന മൊഴി. അതിന് പിന്നാലെ ഈ കുട്ടികൾ മോഷ്ടിക്കാനാണ് എത്തിയതെന്ന് ആരോപിച്ചുകൊണ്ട് ഇവരെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. കമ്പി വടി കൊണ്ടും ഒപ്പം തന്നെ മരക്കഷ്ണം കൊണ്ടും ഉൾപ്പെടെ വിദ്യാർത്ഥികളെ ക്രൂരമായി മർദ്ദിച്ചു. രാവിലെ 6 മണി വരെ അതിക്രൂരമായി മർദ്ദിച്ചു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതിന് പിന്നാലെ പ്രതികൾ കുട്ടികളെ പോലീസിന് തന്നെ കൈമാറുകയായിരുന്നു. കുട്ടികൾ ഇത്തരത്തിൽ മോഷണത്തിന് ശ്രമം നടത്തി എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ പരാതി പറഞ്ഞുകൊണ്ടാണ് ഈ പോലീസിന് ഈ കുട്ടികളെ കൈമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിന് പിന്നാലെ പോലീസും ഇത് ക്രൂരമായ മർദ്ദനമാണ് നടന്നതെന്ന് കണക്കാക്കിക്കൊണ്ട് പ്രതികളെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. കീഴ്ശ്ശേരി സ്വദേശികളായിരിക്കുന്ന മുഹമ്മദ് ആഷിഖ് 25 വയസ്സാണ്, ആദിൽ അഹമ്മദ് 23 വയസ്സ്. അങ്ങനെ ഈ 2 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ക്രൂരമായ മർദ്ദനം ഉൾപ്പെടെ നടന്നതുകൊണ്ട് കൊലപാതക ശ്രമം ഉൾപ്പെടെ ചേർത്തുകൊണ്ടാണ് പോലീസ് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കുട്ടികളെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുൻപിലും പോലീസ് ഹാജരാക്കുമെന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ഇന്നലെ പുലർച്ചയോട് കൂടിയാണ് ഈ ദാരുണമായ സംഭവം നടന്നിട്ടുള്ളത്. ഈ നിലവിൽ അറസ്റ്റിലായ പ്രതികൾ പറയുന്നത് ഈ സ്ഥിരമായി ഈ കടയിൽ മോഷണം നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് തങ്ങൾ കടക്കകത്ത് മോഷ്ടാവിനെ അല്ലെങ്കിൽ ആരെങ്കിലും മോഷ്ടിക്കാൻ എത്തുകയാണെങ്കിൽ അവരെ കാത്തു നിന്നത് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രതികൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും പ്രതികളെ കോടതിയിൽ ഹാജരാക്കി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ശരി സമീർ ബിൻ കരീമാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്കാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. പോരാട്ട ചിത്രം തെളിഞ്ഞു. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിച്ചപ്പോൾ സംസ്ഥാനത്ത് കൊല്ലമൊഴികെയുള്ള എല്ലാ കോർപ്പറേഷനുകളിലും മുന്നണികളെ അലട്ടി വിമതശല്യം. തൃശൂർ കോർപ്പറേഷനിൽ 3 മുന്നണികളും വിമത ഭീഷണി നേരിടുന്നുണ്ട്. തിരുവനന്തപുരത്ത് LDF-നും UDF-നും വിമതശല്യമുണ്ട്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം തിരുവനന്തപുരം കോർപ്പറേഷനിൽ 5 വാർഡുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കും. കൊച്ചിയിൽ UDF-നെയും BJP-യെയും വിമതർ പ്രതിസന്ധിയിലാക്കി. കോഴിക്കോട്ടും കണ്ണൂരിലും UDF-ന് മാത്രമാണ് വിമതശല്യം. സംസ്ഥാനത്തെ 6 നഗരസഭകൾ 5ഇടത്തും മുന്നണികൾക്ക് ഭീഷണിയുയർത്തി വിമതർ സ്ഥാനാർത്ഥിത്വത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. പത്രിക പിൻവലിക്കുന്നുള്ള സമയപരിധി കഴിഞ്ഞിട്ടും എല്ലാവരെയും പിന്മാറ്റാൻ മുന്നണികൾക്ക് സാധിച്ചിട്ടില്ല. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരം നഗരസഭയിൽ UDF-ന് 7ഉം LDF-ന് 5ഇടത്തും വിമതരുണ്ട്. ഉള്ളൂർ, ചെമ്പഴന്തി, വാഴൂട്ടുകോണം, കാച്ചാണി, വിഴിഞ്ഞം വാർഡുകളിലാണ് CPM-ന്റെ വിമതർ മത്സരിക്കുന്നത്.
ഉള്ളൂർ, ആറ്റിപ്ര, പൗണ്ടുകടവ്, വിഴിഞ്ഞം, പുഞ്ചക്കരി, കഴക്കൂട്ടം, മണ്ണന്തല വാർഡുകളിലാണ് UDF വിമതർ മത്സരരംഗത്തുള്ളത്. പൗണ്ടുകടവിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിക്കെതിരെയാണ് കോൺഗ്രസ് പ്രാദേശിക നേതാവ് മത്സരിക്കുന്നത്. UDFിലെ ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഒറ്റയ്ക്ക് മത്സരിക്കുന്നതും തിരുവനന്തപുരം നഗരസഭയിൽ UDFിന് ഭീഷണിയാണ്. പാളയം, കഴക്കൂട്ടം, ഫോർട്ട്, സൈനിക സ്കൂൾ, വിഴിഞ്ഞം വാർഡുകളിലാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഒറ്റയ്ക്ക് മത്സരിക്കുന്നത്. കൊച്ചി കോർപ്പറേഷനിൽ 8 UDFിൽ വിമത സ്ഥാനാർത്ഥികളുണ്ട്. ഇതിലൊരാൾ മുസ്ലിം ലീഗിന്റെ വിമതയാണ്. കൊച്ചിയിലെ ചെറളായി വാർഡിൽ BJPക്കും വിമതനുണ്ട്. തൃശൂർ കോർപ്പറേഷനിൽ 10 വിമത സാന്നിധ്യം. UDFിനെതിരെ 6 വിമതർ മത്സരിക്കുമ്പോൾ LDFിനെതിരെ 4 BJPക്കെതിരെ 1 വിമതൻ മത്സരരംഗത്തുണ്ട്. കോഴിക്കോട് കോർപ്പറേഷനിൽ UDFിന് 2 വാർഡുകൾ വിമതരുണ്ട്. കണ്ണൂർ കോർപ്പറേഷനിൽ UDF മേയർ സ്ഥാനാർത്ഥിക്കും ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിക്കും വിമത ഭീഷണിയുണ്ട്. യൂത്ത് കോൺഗ്രസ് നേതാവ് റിജുൽ മാക്കുറ്റിക്കെതിരെയും കണ്ണൂർ നഗരസഭയിലെ ആദ്യകടലായി വാർഡിൽ വിമത സ്ഥാനാർത്ഥിയുണ്ട്. കൊല്ലം നഗരസഭയിൽ മാത്രമാണ് വിമത സാന്നിധ്യമില്ലാത്തത്. കൊല്ലത്ത് UDFിന് വിമത ഭീഷണി ഉണ്ടായിരുന്നെങ്കിലും ചർച്ചയിലൂടെ പരിഹരിക്കുകയായിരുന്നു. 24 തിരുവനന്തപുരം. മറ്റിടങ്ങളിലെ സ്ഥിതി കൂടി പരിശോധിക്കാം. ആലപ്പുഴ രാമങ്കരിയിൽ CPIM CPI പോര് നടക്കും. വടകരയിൽ RMPക്ക് വിമത സ്ഥാനാർത്ഥി വന്നിട്ടുണ്ട്. ചങ്ങനാശ്ശേരി നഗരസഭയിൽ UDFിന് 8 വിമത സ്ഥാനാർത്ഥികളാണ് ഉള്ളത്. കൊണ്ടുപിടിച്ച അണുനയ ശ്രമങ്ങൾ പ്രതീക്ഷിച്ച ഫലം കണ്ടില്ല എന്നുള്ളതാണ് നിലവിലെ തിരഞ്ഞെടുപ്പ് ചിത്രം. പല പഞ്ചായത്തുകളിലും നഗരസഭകളിലും 3 മുന്നണികൾക്കും വിമത ഭീഷണി രൂക്ഷമാണ്. വലിയ രാഷ്ട്രീയ പൊട്ടിത്തെറികൾക്ക് വേദിയാകുന്നത് ആലപ്പുഴയാണ്. പുന്നമടയിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പുന്നമട വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് അടക്കം 27 പേർ രാജിവെച്ചു. രാമങ്കരിയിൽ LDFിനകത്തെ പോര് പരസ്യമായി. CPIയുടെ 5 സ്ഥാനാർത്ഥികൾ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കും. പത്രിക പിൻവലിപ്പിക്കാനുള്ള CPIM ശ്രമം ഫലം കണ്ടില്ല. പരസ്പരം പോർവിളിച്ച് CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും CPI കുട്ടനാട് നോർത്ത് മണ്ഡലം സെക്രട്ടറിയും. CPIയുടെ 6 പേരും ജയിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. ജനങ്ങൾ ഞങ്ങളുടെ കൂടെയാണ്. ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയാണ്. CPIക്കാർ ചില പ്രദേശങ്ങളിൽ മത്സരിക്കുന്നുണ്ട്. ആ മത്സരം കൊണ്ട് അവരുടെ ഇവിടുത്തെ ബലം തെളിയിക്കാൻ അവർക്ക് പറ്റും എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതോടുകൂടി അവരുടെ ബലം മനസ്സിലാക്കി പിരിഞ്ഞു പൊക്കോളും എന്നുള്ളതാണ്. ആലപ്പുഴ നഗരസഭയിലും CPIMന് വിമതനുണ്ട്. തൃത്താലയിലെ 4 പഞ്ചായത്തുകളിൽ CPIM CPI നേർക്കുനേർ പോരാട്ടമാണ്. മണ്ണാർക്കാട് CPIMനെതിരെ പോരാടാനുറച്ച് PK ശശി അനുകൂല വിഭാഗം രംഗത്തുണ്ട്. 3 പഞ്ചായത്തുകളിലെ ഓരോ വാർഡുകളിലും ശ്രീകൃഷ്ണപുരം, കാരക്കുറിശി ഡിവിഷനിലും PK ശശി വിഭാഗത്തെ UDF പിന്തുണയ്ക്കും. കോട്ടയം നഗരസഭയിൽ ചെയർപേഴ്സൺ ബിൻസി സെബാസ്റ്റിനെതിരെ വിമത സ്ഥാനാർത്ഥി രംഗത്തുണ്ട്. ഏറ്റുമാനൂർ നഗരസഭയിൽ 3 മുന്നണികൾക്കും വിമത സ്ഥാനാർത്ഥികളുണ്ട്. കോട്ടയം പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്തിലെ UDF വിമത സ്ഥാനാർത്ഥി റിജിയം ഫിലിപ്പോസ് പിന്മാറി. വടകര നഗരസഭയിലെ 27 വാർഡിൽ RMP ജില്ലാ കമ്മിറ്റി അംഗം AP ഷാജിത്തിനെതിരെ RMP പ്രവർത്തകൻ പുത്തൻപുരയിൽ ആസാദ് വിമതനായി മത്സരിക്കും. കോഴിക്കോട് കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്തിലെ പൂവാട്ടുപറമ്പ് ഡിവിഷനിൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായ മുൻ MP രമ്യ ഹരിദാസിന്റെ അമ്മ രാധാ ഹരിദാസിനെതിരെ വിമത സ്ഥാനാർത്ഥി രംഗത്തുണ്ട്. വിമതർക്ക് മുന്നറിയിപ്പുമായി കോഴിക്കോട് DCC നേതൃത്വം രംഗത്തെത്തി. 48 മണിക്കൂറിനുള്ളിൽ അവർ മത്സരരംഗത്ത് പിന്മാറി UDFിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുള്ള പ്രഖ്യാപനം നടത്തണം. ഇടുക്കി കട്ടപ്പന നഗരസഭയിൽ കോൺഗ്രസിന് 4 വിമതരാണുള്ളത്. നഗരസഭാ മുൻ അധ്യക്ഷ ബീന ജോബിയും വിമത സ്ഥാനാർത്ഥിയാണ്. ചങ്ങനാശ്ശേരി നഗരസഭയിൽ UDFിന് 8 വിമത സ്ഥാനാർത്ഥികളുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കൊച്ചി. ഒടുവിലത്തെ കണക്കുകൾ പുറത്തുവരുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ 14 LDFിനെതിരില്ല. ആന്തൂർ നഗരസഭയിലും കണ്ണപുരം, മലപ്പട്ടം പഞ്ചായത്തുകളിലെ വാർഡുകളിലുമാണ് എതിരാളികളില്ലാത്തത്. ഇവിടെ CPIM ഭീഷണിപ്പെടുത്തുന്നുവെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. എന്നും ചുവപ്പായി നിൽക്കുന്നു. കണ്ണപുരം പഞ്ചായത്തിൽ മാത്രം 6 LDFിനെതിരില്ലാത്തത്. 2 വാർഡുകളിൽ മറ്റാരും സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നില്ല. 10ാം വാർഡിലെ UDF സ്ഥാനാർത്ഥിയുടെ പത്രിക സൂക്ഷ്മ പരിശോധനയിൽ തള്ളിയിരുന്നു. 1ാം വാർഡിലെ UDF സ്ഥാനാർത്ഥിയുടെയും 8ാം വാർഡിലെ BJP സ്ഥാനാർത്ഥിയുടെയും പത്രിക ഇന്ന് പുനർസൂക്ഷ്മ പരിശോധനയിൽ തള്ളി. ആന്തൂർ നഗരസഭയിൽ 5 LDF സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ വിജയമുറപ്പിച്ചു. മൊറാഴ, പൊടിക്കുണ്ട് വാർഡുകളിൽ നേരത്തെ തന്നെ എതിരാളികളില്ലായിരുന്നു. തളിയിൽ, കോടല്ലൂർ വാർഡുകളിലെ UDF സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളി. 5ാം പീടികയിലെ UDF സ്ഥാനാർത്ഥി പത്രിക പിൻവലിച്ചു. CPM വധഭീഷണി ഉയർത്തിയാണ് സ്ഥാനാർത്ഥികളുടെ പത്രിക പിൻവലിപ്പിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇവിടുത്തെ റിട്ടേണിംഗ് ഓഫീസറോട് പ്രധാനപ്പെട്ട ആളുകൾ വിളിച്ചു പറയുകയാണ് സ്വീകരിക്കേണ്ടത്. ഇങ്ങനെ കേരളത്തിൽ ആദ്യമായിട്ടാണ് റിട്ടേണിംഗ് ഓഫീസർമാരെ വരെ മോളിൽ നിന്ന് പറഞ്ഞു നിയന്ത്രിക്കുക. എന്നാൽ വ്യാജ ഒപ്പിട്ട് സ്ഥാനാർത്ഥികളെ നിർത്തുന്ന ഗതികേടിലാണ് UDF എന്ന് CPM തിരിച്ചടിച്ചു. ആ പട്ടിക തള്ളാൻ വേണ്ടിയിട്ട് കാരണമായിട്ട് റിട്ടേണിംഗ് ഓഫീസർ കണ്ടത്
നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുള്ള ആൾ തന്നെ റിട്ടേണിംഗ് ഓഫീസറുടെ മുന്നിൽ ഹാജരായിട്ട് നേരത്തെ ഞാനല്ല ഒപ്പിട്ടിട്ടുള്ളത് എന്നത് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് അവർ ഇവിടെ റിട്ടേണിംഗ് ഓഫീസറുടെ മുമ്പിൽ ഹാജരായിട്ട് ഞാനല്ല ഒപ്പിട്ടിട്ടുള്ളത്, ഞാൻ നിർദ്ദേശിച്ച ആളെ ഞാൻ പിൻവലിക്കുന്നു എന്നതിലേക്കുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് രേഖപ്പെടുത്തുകയും അത് നാമനിർദ്ദേശ പത്രിക തള്ളുകയുമാണ് ചെയ്തിട്ടുള്ളത്. മലപ്പട്ടത്ത് 3 LDF സ്ഥാനാർത്ഥികൾക്കെതിരില്ലാത്തത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 18 ഇടങ്ങളിലായിരുന്നു കണ്ണൂരിൽ LDF എതിരില്ലാതെ ജയിച്ചത്. 24 കണ്ണൂർ. ഇനി നമ്മൾ വയനാട് ജില്ലയിലെ പ്രത്യേക സാഹചര്യത്തിലേക്ക് വരികയാണെങ്കിൽ വയനാട് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള മത്സരത്തിൽ പത്രിക പിൻവലിച്ച യൂത്ത് കോൺഗ്രസ് നേതാവ് ജഷീർ പള്ളിവയൽ. പാർട്ടിയെ മുറിവേൽപ്പിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് പിന്മാറ്റം എന്ന ജഷീറിന്റെ പ്രതികരണം. വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന സംഷാദ് മരക്കാരനെതിരെ മത്സരിക്കുന്ന ബിനു ജേക്കബ് അതേസമയം പത്രിക പിൻവലിച്ചിട്ടില്ല. VD സതീശനും കെ സുധാകരനും ഉൾപ്പെടെയുള്ളവരുടെ ഇടപെടൽ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിന്റെ അനുരഞ്ജന ചർച്ച. ഒടുവിൽ ജഷീർ പള്ളിവയൽ ജില്ലാ പഞ്ചായത്ത് തോമാട്ടുചാൽ ഡിവിഷനിൽ നിന്ന് മത്സരിക്കാൻ നൽകിയ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചു. ഇതിനു മുമ്പായി DCC ഓഫീസിൽ നേതാക്കളുമായി ചർച്ച. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ സജീവമാകുമെന്ന് ജഷീർ പള്ളിവയൽ. സ്വാഭാവികമായും എനിക്ക് ചെറിയൊരു മുറിവേറ്റിട്ടുണ്ട്. ആ മുറിവ് എൻ്റെ പാർട്ടിക്ക് ഒരിക്കലും ഏൽക്കരുത് എന്ന വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് നാമനിർദ്ദേശ പത്രിക നമ്മൾ പിൻവലിച്ചിരിക്കുകയാണ്. പത്രിക പിൻവലിക്കാനുള്ള സമയം കഴിഞ്ഞപ്പോൾ മത്സരത്തിൽ ഉറച്ചുനിന്നത് പനമരം ബ്ലോക്ക് പഞ്ചായത്ത് പൂതാടി ഡിവിഷനിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ ബിനു ജേക്കബ്. എതിരാളി പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ സംഷാദ് മരക്കാർ. സാധാ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിനിധിയായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുന്നത്. നിശ്ചയമായും കോൺഗ്രസ് പ്രവർത്തകർ UDF പ്രവർത്തകരുടെ പിന്തുണ എനിക്കുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. KSU ജില്ലാ പ്രസിഡന്റ് ഗൗതം ഗോകുൽദാസ് മത്സരിക്കുന്ന മീനങ്ങാടി ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ കേരള കോൺഗ്രസ് ജോസഫ് സ്ഥാനാർത്ഥിയുണ്ട്. യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കൂടിയായ ലിൻഡോ കുര്യാക്കോസാണ് കേരള കോൺഗ്രസ് ജോസഫ് ടിക്കറ്റിൽ മത്സരിക്കുന്നത്. മുള്ളൻകൊല്ലി പഞ്ചായത്തിലും ബ്ലോക്ക് തലത്തിലും കോൺഗ്രസിന് വിമത സ്ഥാനാർത്ഥികളുണ്ട്. 24 വയനാട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രകടന പത്രിക പുറത്തിറക്കിയ UDF എല്ലാ വാർഡുകൾക്കും ഉപാധിരഹിത വികസന ഫണ്ട് നൽകും എന്നാണ് വാഗ്ദാനം. ആശാ വർക്കേഴ്സിന് 2000 രൂപ പ്രതിമാസ അലവൻസ് നൽകും. തെരുവുനായ ശല്യത്തിന് പരിഹാരം കാണുമെന്നും പ്രകടന പത്രികയിൽ പറയുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള സെമി ഫൈനലിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായി UDFന്റെ പ്രകടന പത്രിക. ആശാ വർക്കർമാർക്ക് പ്രതിമാസം 2000 രൂപ പ്രത്യേക അലവൻസ്, തൊഴിലില്ലായ്മ പരിഹരിക്കാൻ പഞ്ചായത്ത് തലത്തിൽ പദ്ധതികൾ, തദ്ദേശ സ്ഥാപനങ്ങളിലെ സീറോ വേസ്റ്റ് അടക്കം ജനപ്രിയ വാഗ്ദാനങ്ങളാണ് പത്രികയിലുള്ളത്. വീടില്ലാത്തവർക്ക് പ്രത്യേക താമസസൗകര്യം ഒരുക്കുമെന്നും വീട് നിർമ്മിക്കുന്നതുവരെ വാടകയ്ക്ക് വീടൊരുക്കുമെന്നും പത്രികയിൽ പറയുന്നു. സ്ത്രീകളെയും യുവാക്കളെയും ലക്ഷ്യമിട്ടാണ് വാഗ്ദാനങ്ങൾ. തെരുവുനായ ശല്യത്തിനെതിരെ പദ്ധതികൾ, വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് സുരക്ഷ ഉറപ്പാക്കാൻ പ്രത്യേക സ്ക്വാഡ്, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി ആശ്രയ 2 നവീകരിച്ച് നടപ്പിലാക്കും തുടങ്ങിയവയാണ് ശ്രദ്ധേയ പ്രഖ്യാപനങ്ങൾ. നടപ്പാക്കാൻ സാധിക്കുമെന്ന് ഉറപ്പുള്ളത് മാത്രമാണ് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇതിൽ നടപ്പാക്കാൻ പറ്റാത്ത യാതൊന്നും കൊള്ളിച്ചിട്ടില്ല. മാലിന്യ നിർമ്മാർജ്ജന സംവിധാനങ്ങളെ കാര്യക്ഷമമാക്കും എന്നതാണ് ഒരു പ്രധാനപ്പെട്ട പദ്ധതി. സീറോ വേസ്റ്റ്, അതാണ് UDFന്റെ ലക്ഷ്യം. ഗതാഗതവും അടിസ്ഥാന സൗകര്യങ്ങളും മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി 6 കോർപ്പറേഷനുകളിൽ പൊതുഗതാഗത സംവിധാനം മെച്ചപ്പെടുത്തുമെന്നാണ് പ്രഖ്യാപനം. പ്രതിപക്ഷ നേതാവിനെ കൂടാതെ KPCC അധ്യക്ഷൻ UDF കൺവീനർ PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു പ്രകടന പത്രിക പ്രകാശനം ചെയ്തത്. 24 കൊച്ചി. കൊച്ചിയിൽ CPOയെ ഭീഷണിപ്പെടുത്തി SI പണം തട്ടിയ കേസിൽ ഒളിവിലായിരുന്ന സ്പാ നടത്തിപ്പുകാരി അറസ്റ്റിലായി. കേസെടുത്തതിനു പിന്നാലെ സ്പാ നടത്തിപ്പുകാരി രമ്യയും SI ബൈജുവും ഒളിവിൽ പോയിരുന്നു. കേസിൽ രമ്യ 3ാം പ്രതിയാണ്. റാഫി കരീം കൊച്ചിയിൽ നിന്ന്. റാഫി, വിവരങ്ങൾ. സ്പാ നടത്തിപ്പുകാരി രമ്യയാണ് ഇപ്പോൾ പാലാരിവട്ടം പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ CPOയെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയതിൽ നിർണായക പങ്കുള്ളയാളാണ് രമ്യ എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ രമ്യ അന്വേഷിച്ചുള്ള പരിശോധനകൾ ആരംഭിച്ചിരുന്നു. എന്നാൽ ആ സമയത്തെല്ലാം രമ്യ ഒളിവിലായിരുന്നു. കേസിൽ 2ാം പ്രതിയായ ഷമീമിനെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഈ കേസിൽ രമ്യ 3ാം പ്രതിയാണ്. രമ്യയും ഒപ്പം തന്നെ ബൈജും ഒരുമിച്ചാണ് ഉള്ളിൽ പോയതെന്നായിരുന്നു പോലീസിന് ആദ്യം ലഭിച്ച വിവരങ്ങൾ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മൊബൈൽ
ടവർ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിലേക്ക് പോലീസ് കടന്നത്. തുടർന്നാണ് മരടിൽ നിന്ന് രമ്യയെ ഇന്ന് വൈകിട്ട് 7 മണിയോടുകൂടി പിടികൂടുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ CPO രമ്യ നടത്തുന്ന സ്പായിലായിരുന്നു മസാജിങ്ങിന് പോയിരുന്നത്. അതിനുശേഷം ഈ രമ്യയാണ് ബൈജു SI ആയിരുന്ന ബൈജുവിനെ ഇതുമായി ബന്ധപ്പെട്ട് വിവരം അറിയിക്കുന്നത്. തുടർന്നായിരുന്നു ബൈജു CPOയെ ഭീഷണിപ്പെടുത്തുന്നതും 4 ലക്ഷം രൂപ ഇയാളിൽ നിന്ന് തട്ടിയെടുക്കുകയും ചെയ്തത്. ഇതിന് പിന്നാലെയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പണം ഇവർ ഈ CPOയോട് ആവശ്യപ്പെട്ടത്. ഇതോടുകൂടിയാണ് CPO പരാതി നൽകുന്നതും തുടർന്ന് പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നതും. ഈ അന്വേഷണത്തിലാണ് രമ്യയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ ഈ സ്പാ നടത്തിപ്പ് നടക്കുന്നതും തുടർന്ന് ഇവിടെ എത്തുന്ന ആളുകളെ ഭീഷണിപ്പെടുത്തുകയും പണം തട്ടുകയും ചെയ്തിരിക്കുന്നത് എന്നും കണ്ടെത്തിയത്. തുടർന്നാണ് കേസിൽ 2ാം പ്രതിയായ ഷമീമിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. 1ാം പ്രതി SI ബൈജു ആണ്. SI ബൈജുവിനായുള്ള അന്വേഷണം ഇപ്പോഴും ആരംഭിച്ചിരിക്കുകയാണ്. SI ബൈജു ഇപ്പോഴും ഒളിവിലാണ്. നമ്മളിൽ പോകുന്നത് ശബരിമല വാർത്തകളിലേക്കാണ്. ശരണം സന്നിധാനം. ശരണം സന്നിധാനം പവേർഡ് ബൈ രമേശ് RG നല്ലെണ്ണ. ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാശീലം. കളർ മങ്ങാത്ത വൃത്തി. ലേക്ക് റോൾ കാർ ഷാംപൂ. സ്പോൺസർഡ് ബൈ BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ശബരിമലയിൽ ഇന്ന് തീർത്ഥാടകരുടെ തിരക്കുണ്ട്. ഇതുവരെ ദർശനം നടത്തിയ ഭക്തരുടെ എണ്ണം 90,000 കടന്നു. സ്പോട്ട് ബുക്കിംഗ് 10,000 കടന്നതോടെ ഇന്നത്തെ തത്സമയ ബുക്കിംഗ് നിർത്തിവെച്ചു. തിരക്ക് വർദ്ധിച്ചതോടെ നാളെയും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. MG പ്രതീഷ് ഉണ്ട് സന്നിധാനത്ത് നിന്ന്. പ്രതീഷ്, സുഗമമായി തന്നെ തീർത്ഥാടനം മുന്നോട്ട് പോകുന്നതല്ലേ പ്രതീഷ്? ഉന്മേഷ്, കഴിഞ്ഞ 2 ദിവസം ശബരിമലയിൽ പൊതുവെ തിരക്ക് കുറവായിരുന്നു. ശരാശരി 90,000-ൽ താഴെ തീർത്ഥാടകർ മാത്രമാണ് 2 ദിവസമായി ശബരിമലയിൽ എത്തിയിട്ടുള്ളത്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്ന് വലിയ തീർത്ഥാടന തിരക്ക് ശബരിമലയിൽ അനുഭവപ്പെടുന്നുണ്ട്. ഈ 8 മണിവരെ ഏകദേശം 92,000 തീർത്ഥാടകർ ദർശനം നടത്തി എന്നതാണ് പോലീസിന്റെ തന്നെ ഔദ്യോഗിക കണക്ക് വ്യക്തമാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് ഒരു ദിവസം കൊണ്ട് 1 ലക്ഷത്തിന് പുറത്ത് തീർത്ഥാടകർ ശബരിമലയിൽ എത്തും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നട തുറന്ന 3ാമത്തെ ദിവസമാണ് ശബരിമലയിൽ 1,07,000 തീർത്ഥാടകർ ദർശനം നടത്തിയത്. അതിന് പിന്നാലെയാണ് ഈ തിരക്ക് ക്രമാതീതമായി കൂടുകയും പിന്നീട് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തത്. അതിന് പിന്നാലെ ഇന്നും 1 ലക്ഷം കടക്കും തീർത്ഥാടകരുടെ എണ്ണം എന്നതാണ് നമുക്ക് ഈ തിരക്ക് കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. തിരക്ക് കൂടിയതോടുകൂടി തന്നെ ഇന്ന് സ്പോട്ട് ബുക്കിംഗ് നിർത്തിവച്ചിട്ടുണ്ട്. 16,000-ഓളം തീർത്ഥാടകരെ സ്പോട്ട് ബുക്കിംഗ് വഴി ഇന്ന് ശബരിമലയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ കൂടുതൽ തീർത്ഥാടകർ സന്നിധാനത്തേക്ക് എത്തുന്ന സാഹചര്യം കണക്കിലെടുത്താണ് സ്പോട്ട് ബുക്കിംഗിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. നാളെയും കർശനമായ നിയന്ത്രണം സ്പോട്ട് ബുക്കിംഗിൽ ഉണ്ടായിരിക്കും. 5,000-ആയി സ്പോട്ട് ബുക്കിംഗ് നിജപ്പെടുത്തിയിട്ടുണ്ട്. 70,000 തീർത്ഥാടകർക്ക് വെർച്വൽ ക്യൂ വഴിയും 5,000 തീർത്ഥാടകർക്ക് സ്പോട്ട് ബുക്കിംഗ് വഴിയുമായിരിക്കും നാളെ ദർശനം ഉണ്ടായിരിക്കുന്നത്. തിരക്ക് കൂടിയെങ്കിൽ പോലും വളരെ സുഗമമായ രീതിയിൽ തീർത്ഥാടകർക്ക് ദർശനം നടത്താൻ കഴിയുന്നുണ്ട്. മറ്റ് പരാതികൾ ഒന്നും തന്നെ ഇല്ല. കുറച്ച് സമയം നടപ്പന്തലിൽ കാത്തു നിൽക്കേണ്ടി വന്നാലും മറ്റ് ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ തന്നെ തീർത്ഥാടകർ മല ചവിട്ടി അയ്യപ്പ ദർശനം സാധ്യമാക്കി മടങ്ങുന്നുണ്ട്. പ്രതികൂല കാലാവസ്ഥ ശബരിമല സന്നിധാനത്തുണ്ട്. ചെറിയ ഒറ്റപ്പെട്ട ശക്തമായ മഴ ഇടയ്ക്കിടയ്ക്കുണ്ട്. പക്ഷേ ഈ കാലാവസ്ഥയെ പോലും അവഗണിച്ചാണ് കൂടുതൽ തീർത്ഥാടകർ ശബരിമല സന്നിധാനത്തേക്ക് എത്തുന്നത്. കൃത്യമായി തിരക്ക് ദേവസ്വം ബോർഡും പോലീസും വിലയിരുത്തുന്നുണ്ട്. അല്പസമയത്തിനകം സംസ്ഥാന പോലീസ് മേധാവി സന്നിധാനത്ത് എത്തുന്നുണ്ട്. അദ്ദേഹം മരക്കൂട്ടം കഴിഞ്ഞു എന്നതാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്ന വിവരം. അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിൽ ഉൾപ്പെടെ ഈ തിരക്കുമായി ബന്ധപ്പെട്ട് ചില അവലോകനങ്ങൾ നടക്കും. എന്തായാലും നാളെ തീർത്ഥാടകർക്ക് ശബരിമലയിൽ നിയന്ത്രണമുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 70,000 വെർച്വൽ ക്യൂവും 5,000 സ്പോട്ട് ബുക്കിംഗുമായിരിക്കും നാളെ ശബരിമലയിൽ അനുവദിക്കുക. ഉന്മേഷ്. ശരി, MG പ്രതീഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. തിരുവനായ ശല്യം സംസ്ഥാനത്ത് ഇപ്പോഴുണ്ട്. ആ പശ്ചാത്തലത്തിൽ മോഹനൻ ഒരു കാര്യം അറിയിക്കുന്നുണ്ട്. തിരുവനായ ശല്യം ഇന്നും ഇന്നലെയും ഒന്നും തുടങ്ങിയതല്ല, വളരെ മുൻപ് തന്നെയുള്ള വെല്ലുവിളിയാണ്. ഇക്കാര്യത്തിൽ നേരത്തെ രാഷ്ട്രീയ പാർട്ടികൾ എന്ത് ചെയ്തു, ഇത് പ്രകടന പത്രികയിൽ ഇപ്പോൾ ഉൾപ്പെടുത്തുന്നു സമയത്ത് എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. UDFന്റെ പ്രകടന പത്രിക പുറത്തിറക്കിയ പശ്ചാത്തലത്തിൽ കൂടിയാണ് അദ്ദേഹം ആ ചോദ്യം ഉന്നയിക്കുന്നത്. കുടിവെള്ളമില്ലാതെ വലഞ്ഞ് കാക്കനാട് NGO ക്വാർട്ടേഴ്സിലെ താമസക്കാർ. കുടിവെള്ളം മുടങ്ങിയിട്ട് 5 ദിവസമായി. വാട്ടർ അതോറിറ്റി പരാതി നൽകിയിട്ടും നടപടിയില്ല എന്നാണ് താമസക്കാർ പറയുന്നത്. അവരുടെ പ്രതിഷേധം ഇപ്പോൾ അവിടെ നടക്കുന്നുണ്ട്. റാഫി കരീമാണ് വിവരങ്ങളുമായി ചേരുന്നത്. റാഫി, എന്താണ് ഇവർ പറയുന്നത്? ഈ വാട്ടർ അതോറിറ്റി എന്ത് വിശദീകരണമാണ് നൽകിയിട്ടുള്ളത് കുടിവെള്ളം മുടങ്ങിയതിൽ? ഈ 5 ദിവസമായി NGO ക്വാർട്ടേഴ്സിലെ 100-ലധികം കുടുംബങ്ങൾക്കാണ് വെള്ളമില്ലാതായത്. ഈ വെള്ളമില്ലാതായതോടുകൂടിയാണ് ഈ കുടുംബങ്ങൾ 5 ദിവസം കഴിഞ്ഞിട്ടും വാട്ടർ അതോറിറ്റിയെ നിരന്തരമായി ഇവരുടെ പ്രശ്നങ്ങൾ അറിയിച്ചിട്ടും നടപടിയില്ലാതെ വന്നതോടുകൂടിയാണ് ഈ കുടുംബങ്ങൾ ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത്? NGO ക്വാർട്ടേഴ്സിലെ കിണറില്ലാത്ത ഒരു പ്രദേശമാണ്.
എല്ലാ ഒന്നരാടം ദിവസങ്ങളിലും വെള്ളം വരുന്നതായിരുന്നു. പക്ഷേ ഇന്ന് കഴിഞ്ഞ 5 ദിവസങ്ങളായിട്ട് ഇവിടെ വെള്ളം ഇല്ല. വാൽവ് ഓപ്പറേഷൻ്റെ പ്രശ്നമാണെന്ന് കരുതി ഞങ്ങൾ വാൽവ് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വാട്ടർ അതോറിറ്റി AEയെ സമീപിച്ച് ഇന്ന് രാവിലെ തുടങ്ങി വൈകിട്ട് വരെ സമീപിച്ചിട്ടും ഇവിടെ വെള്ളം എത്തിയിട്ടില്ല. ജനങ്ങൾ രാവിലെ ടാങ്കർ ലോറിയിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്നും അല്ലാത്തടത്തു നിന്നും വെള്ളം എത്തിച്ചു കൊടുത്ത്, പക്ഷേ അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നടത്തി. ഈവനിങ് ആയിട്ടും വെള്ളം വരാതെ ഇരുന്നപ്പോൾ ഇത്രയും ആളുകൾക്കുള്ള വെള്ളം എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് സാധ്യമാകുന്ന കാര്യമല്ലാത്തതിനാൽ അവരുടെ പ്രതിഷേധമാണ് ഈ കാണുന്നത്. ഇവിടെ സ്ഥിരമായിട്ടുള്ളതാണ് വാൽവ് ഓപ്പറേറ്റ് ചെയ്യുന്നത് കറക്റ്റ് ടൈമോ കാര്യങ്ങളോ ഇല്ലാതെയാണ്. അപ്പം ഇവിടെ മാത്രമല്ല അപ്പുറത്തും ഇപ്പുറത്തുമുള്ള പ്രദേശങ്ങളിൽ വെള്ളമില്ലാതെ വരുമ്പോൾ ഇത് തന്നെ പല പ്രാവശ്യവും നടത്തിയിട്ടുള്ളതാണ്. ഇത്രയും ആളുകൾ കൂടുന്നത് ഇതാദ്യമായിട്ടാണ്. ഇതൊരു ക്രൂഷ്യൽ ടൈമായി പോയി. അതുകൊണ്ട് എല്ലാവരും കൂടി ഇറങ്ങി ഇതിനെ പ്രതിഷേധിക്കുന്നതാണ്. അതോടൊപ്പം വാർഡ് കൗൺസിലർ എന്നുള്ള രീതിയിൽ ഞാനും ശക്തമായി പ്രതിഷേധിക്കുന്നു. ഇവിടുത്തെ താമസക്കാരിലേക്കാണ്. ഈ താമസക്കാർ തന്നെയുണ്ട്, ഇവരെല്ലാം സർക്കാർ ജീവനക്കാരാണ്. എന്താണ് നിങ്ങൾ ഈ വാട്ടർ അതോറിറ്റി ഈ വിഷയം പറയുമ്പോൾ അവരെന്ത് മറുപടിയാണ് നൽകുന്നത്? അവർ പറയുന്നു ഞങ്ങൾക്ക് 2 ദിവസമായിട്ട് ഇവിടെ പൈപ്പ് പൊട്ടി കിടക്കാണ്, അതുകൊണ്ട് അതിൻ്റെ റെക്ടിഫിക്കേഷൻ പരിപാടിയായിരുന്നു, അതുകൊണ്ട് പമ്പിങ് നിർത്തി വെച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ് ഇന്നലെ വൈകുന്നേരം അവർ പറഞ്ഞു ഞങ്ങൾ കഴിഞ്ഞു 4 മണിക്ക് കഴിഞ്ഞു, ഞങ്ങൾ പമ്പ് ചെയ്യാണ്, എല്ലാ വാൽവും ഓപ്പണാണ്, പക്ഷെ ഞങ്ങൾക്ക് വെള്ളം മാത്രം കിട്ടുന്നില്ല. അവർ വാൽവ് ഓപ്പൺ ആണെന്ന് പറയുകയും നമ്മുടെ ക്വാർട്ടേഴ്സുകളിലേക്ക് മാത്രം വെള്ളമില്ല, പക്ഷെ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം പോകുന്നുണ്ട്. കാരണം എല്ലാ വാൽവും അവർ ഓപ്പൺ ആയിരുന്നു. ഇന്ന് രാവിലെ ഞങ്ങൾ പമ്പിങ് ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി പമ്പിങ് സ്റ്റേഷനിൽ പോയി. അതിന് ശേഷം ഇതിൻ്റെ ഓപ്പറേറ്റർ കോൺട്രാക്ട് എടുത്തിരിക്കുന്ന കോൺട്രാക്ടറുടെ വീട്ടിൽ പോയി. അവിടെ നിന്ന് പമ്പ് ഓപ്പറേറ്റ് ചെയ്യുന്ന ആളെ വിളിച്ചിട്ട് ഞങ്ങൾ വന്ന് ഈ വാൽവുകളെല്ലാം ബാക്കിയെല്ലാം ക്ലോസ് ചെയ്തു, ക്വാർട്ടേഴ്സിലേക്കുള്ളത് മാത്രം തുറന്നു. അപ്പോഴവർ പറയുന്നു ഞങ്ങൾ തുറന്നിട്ടുണ്ട്, കാണും നിങ്ങൾ തുറന്നിരിക്കുന്നു, പക്ഷെ ഞങ്ങൾക്ക് വെള്ളം കിട്ടുന്നില്ല. ഇപ്പോൾ സാറ് വന്നു കഴിഞ്ഞാൽ കാണിച്ചു തരാം. നൂല് പോലെയാണ് വെള്ളം വരുന്നത്. താഴെ വെച്ചിരിക്കുന്ന ഗ്രൗണ്ടിൽ വെച്ചിരിക്കുന്ന ടാങ്കിൽ പോലും സംഭരിക്കാൻ പറ്റുന്നില്ല. കുട്ടികൾ സ്കൂളിൽ പോയിട്ടില്ല, പകുതി പേര് ജോലിക്ക് പോയിട്ടില്ല. ഡിസംബർ ആയിട്ട് പകുതി എല്ലാവരുടെയും ലീവൊക്കെ തീർന്നു കിടക്കുക. ഇപ്പം ശമ്പളവും ഇല്ല. എന്നാൽ 700 രൂപയാണ് 2000 ലിറ്ററിൻ്റെ ടാങ്കറിൽ വെള്ളം അടുപ്പിക്കുന്നതിന്. ഈ എല്ലാ ദിവസവും ഈ വെള്ളം അടുപ്പിച്ച് ഈ സർക്കാർ ജീവനക്കാർ എങ്ങനെ ജീവിക്കും? തീർച്ചയായും ഇവർ സൂചിപ്പിക്കുന്നത് വലിയൊരു പ്രശ്നമാണ്. കാരണം 5 ദിവസമായി ഈ പ്രതിസന്ധി അവർ അനുഭവിക്കുന്നു. ഇന്നിപ്പോൾ കുട്ടികൾ പോലും സ്കൂളിൽ പോകാത്ത ഒരു സാഹചര്യമുണ്ട്. ഇവരെല്ലാം തന്നെ സർക്കാർ ജീവനക്കാരാണ്. രാവിലെ ഒരു 9 മണിയോടുകൂടി ജോലിക്ക് പോകുന്നു, വൈകിട്ട് 6 മണിക്ക് തിരിച്ചെത്തുന്നു. ആ തിരിച്ചെത്തുന്ന സമയത്ത് കുടിവെള്ളമില്ലാതെ വലയുന്ന ഒരു അവസ്ഥയാണ് ഇവർക്കുണ്ടായത്. അതോടുകൂടിയാണ് ഇന്ന് ഇപ്പോൾ രാത്രി ഇവർ റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് ഈ വിവരം നിങ്ങൾ മറ്റ് വകുപ്പുകളിലൊക്കെ അറിയിച്ചിരുന്നു. നിങ്ങൾ ജോലി ചെയ്യുന്ന വകുപ്പുകളിൽ പോലും അറിയിച്ച് ഇതിനൊരു പ്രശ്ന പരിഹാരത്തിന് ശ്രമിച്ചിരുന്നു എന്ന് നേരത്തെ പറഞ്ഞു. വകുപ്പുകളിൽ നിന്ന് മാത്രമല്ല, നമ്മൾ കളക്ടർ അടുത്ത് പല പ്രാവശ്യം മീറ്റിംഗ് കൂടി ബഹുമാനപ്പെട്ട ADM-ന്റെ അടുത്ത് ഇന്ന് ഉച്ചയ്ക്ക് കൂടെ നമ്മൾ വിളിച്ച് ഈ പ്രശ്നം ചർച്ച ചെയ്തതാണ്. അതുപോലെ നമ്മളിവിടെ കൂടാത്ത സ്ഥലം നമ്മൾ പലപ്പോഴും മീറ്റിംഗ് കൂടുമ്പോഴും വാട്ടർ അതോറിറ്റിയിലെ ആളുകൾ ഇന്ന് രാവിലെ കൂടെ വാട്ടർ അതോറിറ്റി അധികാരികളോട് വന്നതാണ്. പക്ഷേ ഇവർക്ക് ചോദിച്ചിട്ട് വ്യക്തമായിട്ടൊരു മറുപടിയില്ല, അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ആർക്കും അറിയില്ല. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചുള്ള ഇത് ഞങ്ങളുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ജോലിക്ക് പോകാനും പ്രാഥമിക ആവശ്യങ്ങൾക്കും ഇതല്ലാതെ വേറെ നിവൃത്തിയില്ല. ഞങ്ങൾ വലിയൊരു സംഭവത്തിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ ഞങ്ങൾ പ്രാഥമികമായിട്ട് സൂചനയായിട്ടുള്ള സമരമാണ്. ഞങ്ങൾ 260 കുടുംബങ്ങളും നാളെ ഇതുപോലെ റോഡിലിരിക്കേണ്ട അവസ്ഥയിലേക്ക് വരും. ഞങ്ങൾക്ക് അങ്ങനെ രാവിലെ ഞാൻ പറഞ്ഞല്ലോ കുട്ടികൾക്ക് പോകാനോ അല്ലെങ്കിൽ ഞങ്ങൾക്കോ ഒരു രക്ഷാകർത്ത സാഹചര്യം അതിലാണ് നമ്മൾ പ്രതിഷേധമായിട്ട് നമ്മളിപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. ഇതിന് വലിയൊരു സമരത്തിലേക്ക് എത്തും ഈ ഇതിൽ നടപടി ആയില്ല എങ്കിൽ. ഇതാണ് നമുക്ക് പറയാനുള്ളതിനെക്കുറിച്ച്. തീർച്ചയായും ഇവർ വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കുന്നതിന് മുൻപാണ് ഇത്തരത്തിൽ റോഡ് ഉപരോധിച്ചുള്ള പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഈ പ്രശ്നത്തിന് പരിഹാരം വേണമെന്നുള്ളതാണ്. ഏതായാലും അടിയന്തര പരിഹാരം വേണം ആ വിഷയത്തിൽ എന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട്. 5 ദിവസമായി അവർക്ക് വെള്ളമില്ല എന്നാണ് അവർ പറയുന്നത്. അതിൽ സർക്കാർ ജീവനക്കാരാണ്. അവർ അടിയന്തര ഇടപെടൽ വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. റാഫി കരീമാണ് കാക്കനാട് നിന്ന് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മരിച്ച വേണുവിന്റെ കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്തി മെഡിക്കൽ എഡ്യൂക്കേഷൻ ജോയിന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം വേണുവിന് ചികിത്സാ നിഷേധം ഉണ്ടായെന്ന് കുടുംബം ആവർത്തിച്ചു. അതേസമയം തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ശസ്ത്രക്രിയാ പിഴവിൽ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന് പരാതിക്കാരി സുമയ്യ വ്യക്തമാക്കി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മരിച്ച കൊല്ലം സ്വദേശി വേണുവിന്റെ കുടുംബത്തിന്റെ പരാതി അന്വേഷിക്കാൻ സർക്കാർ നിയോഗിച്ച സംഘമാണ് കൊല്ലത്തെത്തിയത്. വേണുവിന് ചികിത്സ വൈകിയതാണ് മരണകാരണമെന്ന് കുടുംബം അന്വേഷണ സംഘത്തോടും ആവർത്തിച്ചു. മരണത്തിന്റെ ഉത്തരവാദിത്വം ഡോക്ടർമാർക്കെന്നും എക്കോ പരിശോധനയും ആൻജിയോഗ്രാമും നടത്തിയില്ലെന്നും വേണുവിന്റെ ഭാര്യ സിന്ധു അന്വേഷണ സംഘത്തോട് പറഞ്ഞു. അന്വേഷണ സംഘം ചോദിച്ചത് അതായത് ഹോസ്പിറ്റലിൽ ചെന്നത് മുതലുള്ളത്, അതായത് അദ്ദേഹത്തിന് നെഞ്ചുവേദന വന്ന ആ സമയം മുതലുള്ള കാര്യങ്ങൾ എന്നോട് പറയാൻ പറഞ്ഞു. അങ്ങനെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. മരണം സംഭവിക്കാൻ തൊട്ട് മുന്നേ വരെയുള്ള എന്തൊക്കെ കാര്യങ്ങളാണോ അതെല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവിടെ 2 മണിക്കൂറോളം നീണ്ട മൊഴിയെടുപ്പിൽ പ്രതീക്ഷയെന്നും സിന്ധു പറഞ്ഞു. അതേസമയം തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ശസ്ത്രക്രിയാ പിഴവിൽ കഴിഞ്ഞ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് അപേക്ഷ നൽകി 2 മാസമായിട്ടും മറുപടി ലഭിച്ചില്ലെന്ന് സുമയ്യ പറഞ്ഞു. എനിക്കത് അവിടെ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കി. ഇപ്പോഴാണ് അവരത്
ചർച്ച വരെ ചെയ്തത്. ഇപ്പോഴെന്നെ ഇരുത്തിക്കൊണ്ടാണ് ഇതിനെ ചർച്ച വരെ ചെയ്തത്. ഇവിടെ നിന്നുള്ള റിപ്പോർട്ട് ഇവിടെ വന്നിട്ടില്ല എന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നീട് അവർ മെയിൽ ചെക്ക് ചെയ്തപ്പം കിടക്കണുണ്ടെന്ന് പറഞ്ഞ് അത് പിന്നെ ഓപ്പൺ ആവണില്ല എന്ന് പറയുന്ന ഒരു ഒത്തുകളി ഉണ്ട്. അതെനിക്ക് മനസ്സിലായി. കുറ്റക്കാർക്കെതിരെ സർക്കാർ നടപടി സ്വീകരിക്കുന്നില്ലെന്നും ഡിസംബർ 2 റിപ്പോർട്ട് ലഭിച്ചില്ലെങ്കിൽ പ്രതിഷേധത്തിലേക്ക് നീങ്ങുമെന്നും സുമയ്യ പറഞ്ഞു. 24 കൊല്ലം. ലൈംഗിക പീഡന പരാതികളിൽ മെഡിക്കോ ലീഗോ എക്സാമിനേഷൻ നടത്തേണ്ടത് ഗൈനക്കോളജിസ്റ്റുകളായിരിക്കണമെന്ന നിയമ ഭേദഗതി ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്ത് സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിലെ ഗൈനക്കോളജിസ്റ്റുകൾ. വിഷയം പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ 5-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ച സർക്കാർ 2 IPS ഉദ്യോഗസ്ഥരും 3 ഡോക്ടേഴ്സും അടങ്ങുന്നതാണ് സമിതി. വിഷയം പഠിച്ച് 1 മാസത്തിനുള്ളിൽ സർക്കാരിന് റിപ്പോർട്ട് നൽകണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. 24 പ്രൈം ടൈം എക്സ്ക്ലൂസീവ്. ലൈംഗിക പീഡന പരാതികളിൽ വനിതാ മെഡിക്കൽ ഓഫീസറാണ് നിലവിൽ മെഡിക്കോ ലീഗോ എക്സാമിനേഷൻ നടത്തുന്നത്. വനിതാ മെഡിക്കൽ ഓഫീസർ ഇല്ലെങ്കിൽ വനിതാ അറ്റൻഡറുടെ സഹായത്തോടെ പുരുഷ മെഡിക്കൽ ഓഫീസർ പരിശോധന നടത്തും. ലൈംഗിക പീഡന പരാതികളിൽ ഗൈനക്കോളജിസ്റ്റുകൾ തന്നെ പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ആരോഗ്യവകുപ്പിലെ ഒരു വിഭാഗം ഡോക്ടർമാർ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ചു. ട്രൈബ്യൂണൽ നിർദ്ദേശപ്രകാരം പീഡന പരാതികൾ ഗൈനക്കോളജിസ്റ്റുകൾ കാണണമെന്ന് ഭേദഗതി വന്നു. ഇതിനെ ചോദ്യം ചെയ്താണ് സർക്കാർ ആശുപത്രികളിലെ ഗൈനക്കോളജിസ്റ്റുകൾ ഹൈക്കോടതിയെ സമീപിച്ചത്. സർക്കാരിനോട് വിഷയം പരിഗണിക്കാൻ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉത്തരവിട്ടു. വ്യക്തത ആവശ്യപ്പെട്ട് ഗൈനക്കോളജിസ്റ്റുകൾ ഹൈക്കോടതിയിൽ വീണ്ടും അപ്പീൽ നൽകി. മെഡിക്കോ ലീഗോ എക്സാമിനേഷൻ MBBSൽ പാഠ്യഭാഗം. രാജ്യത്ത് എല്ലായിടത്തും വനിതാ മെഡിക്കൽ ഓഫീസർമാരാണ് ലൈംഗിക പീഡന പരാതികളിൽ പരിശോധന നടത്തുന്നത്. ഡെലിവറി, കോൾ ഡ്യൂട്ടി, സർജറി തുടങ്ങി സ്പെഷ്യലൈസ്ഡ് ഡോക്ടർമാരായ ഗൈനക്കോളജിസ്റ്റുകൾക്ക് വലിയ തിരക്കായിരിക്കും. ഇതെല്ലാം കഴിഞ്ഞു വേണം കേസ് അറ്റൻഡ് ചെയ്യാൻ. ഇത് അതിജീവിതമാരോട് കാണിക്കുന്ന അന്യായം. അതിക്രമം നടന്ന് 96 മണിക്കൂറിനുള്ളിലാണെങ്കിലോ ജീവൻ രക്ഷിക്കുന്നതിനുള്ള ചികിത്സ നൽകുന്നതിനോ മുറിവുകൾ ഉണ്ടെങ്കിലോ ഗൈനക്കോളജിസ്റ്റുകൾ പോകാനും ചികിത്സ നൽകാനും തയ്യാറാണ്. എന്നാൽ സ്വാബ് എടുക്കാനും പരിശോധന നടത്താനും ഏത് MBBS ഡോക്ടർക്കും സാധിക്കുമെന്നും അതിജീവിത എപ്പോഴെത്തുന്നോ ആ സമയത്ത് ഡ്യൂട്ടിയിലുള്ള വനിതാ മെഡിക്കൽ ഓഫീസർ പരിശോധന നടത്തണമെന്നുമാണ് ഗൈനക്കോളജിസ്റ്റുകളുടെ വാദം. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് വിഷയം പഠിക്കാൻ സർക്കാർ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. VIP സെക്യൂരിറ്റി സൂപ്രണ്ടായ ഡോക്ടർ അരുൾ RB കൃഷ്ണ IPS, ടെലികമ്മ്യൂണിക്കേഷൻ സൂപ്രണ്ടായ ഡോക്ടർ ഹിമേന്ദ്രനാഥ് IPS, ആരോഗ്യവകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ പ്രസന്നകുമാരി, ഫോറൻസിക് മെഡിസിൻ ആൻഡ് പോലീസ് സർജൻ ഡോക്ടർ ഷീന ശ്രീനിവാസൻ, ഗൈനക്കോളജി ചീഫ് കൺസൾട്ടന്റ് ഡോക്ടർ M ജയശ്രീ എന്നിവരാണ് സമിതി അംഗങ്ങൾ. ഹർജിക്കാരെയും എതിർഭാഗത്തെയും സമിതി കേൾക്കും. നിലനിൽക്കുന്ന നിയമത്തിനനുസൃതമായി എന്തൊക്കെ ചെയ്യാനാകുമെന്നും സമിതി വിലയിരുത്തും. 1 മാസത്തിനുള്ളിൽ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കണം. അലക്സ് റാം മുഹമ്മദ്, 24 തിരുവനന്തപുരം. സന്തോഷ് ഒരു കാര്യം അറിയിക്കുന്നുണ്ട്. തലശ്ശേരിയിൽ ഇന്ന് രാവിലെ മുതൽ തെരുവുനായുടെ ശല്യം തുടങ്ങിയിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിനകം 8 പേർക്ക് നായുടെ കടിയേറ്റെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. തലശ്ശേരിയിലേക്ക് വരുന്നവർ ജാഗ്രത പാലിക്കണം എന്നാണ് അദ്ദേഹം ഇപ്പോൾ അറിയിക്കുന്നത്. സംസ്ഥാനത്ത് ഇന്ന് മറ്റ് ചിലയിടങ്ങളിൽ കൂടി തെരുവുനായുടെ ആക്രമണം ഉണ്ടായിരുന്ന വാർത്ത 24 നൽകിയതുമാണ്. അതിനിടയിലാണ് ഇപ്പോൾ അദ്ദേഹം അക്കാര്യം അറിയിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ അപേക്ഷ നൽകി പ്രത്യേക സംഘം. മുൻ ബോർഡ് അംഗങ്ങളായ KP ശങ്കരദാസിനെയും N. വിജയകുമാറിനെയും ചോദ്യം ചെയ്യലിന് വിളിച്ചു വരുത്തും. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെടുത്തുന്ന കത്ത് അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ് തനിക്ക് നൽകിയത് എന്നാണ് A. പത്മകുമാർ മൊഴി നൽകിയിട്ടുള്ളത് എന്നാണ് വിവരം. A. പത്മകുമാറിനെ കൂടുതൽ ചോദ്യം ചെയ്താൽ അന്വേഷണം സുപ്രധാനമായ വഴിത്തിരിവിലേക്ക് എത്തുമെന്നാണ് SITയുടെ കണക്കുകൂട്ടൽ. പത്മകുമാറിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള സാമ്പത്തിക ഇടപാടിന്റെ തെളിവുകൾ ലഭിച്ചിരുന്നു. ഇതോടെ പത്മകുമാറിന്റെയും N. വാസുവിന്റെയും വിദേശ ഇടപാടുകളെ കുറിച്ച് അന്വേഷിക്കുകയാണ് SIT. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം പത്മകുമാറും N. വാസുവും വിദേശയാത്ര നടത്തിയോ എന്നും SIT സംശയിക്കുന്നുണ്ട്. ഇരുവരുടെയും പാസ്പോർട്ട് SIT പിടിച്ചെടുത്തിട്ടുണ്ട്. താൻ പ്രസിഡന്റ് ആകുന്നതിന് മുൻപ് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ വലിയ സ്വാധീനമുണ്ടെന്നാണ് പത്മകുമാറിന്റെ മൊഴി. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെടുത്തുന്ന കത്ത് അന്നത്തെ ദേവസ്വം മന്ത്രിയാണ് തനിക്ക് നൽകിയതെന്നും പത്മകുമാർ മൊഴി നൽകിയതായാണ് വിവരം. ഇതിൽ പത്മകുമാർ എന്തെങ്കിലും തെളിവ് നൽകുമോ എന്നതും കേസിൽ നിർണായകമാകും. 2019 ബോർഡ് അംഗങ്ങളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കേസിൽ മാപ്പുസാക്ഷിയാക്കാനാണ് SIT ആലോചിക്കുന്നത്. ഇവരെ മാപ്പുസാക്ഷിയാക്കിയാൽ കേസിൽ പത്മകുമാറിനെതിരായ തെളിവ് ശക്തമാക്കാൻ കഴിയും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തട്ടിപ്പിനിരയായ നടൻ ജയറാമിന്റെ മൊഴി ഉടൻ രേഖപ്പെടുത്താനാണ് SITയുടെ തീരുമാനം. പത്തനംതിട്ട CPIM ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ പത്മകുമാറിനെതിരെ പാർട്ടിയും വൈകാതെ കടുത്ത നടപടിയെടുത്തേക്കും. 24 തിരുവനന്തപുരം.
നേരത്തെ സൂചിപ്പിച്ച തെരുവുനായ ആക്രമണ വാർത്തയിലേക്കാണ്. കൊച്ചിയിൽ വിനോദസഞ്ചാരത്തിനെത്തിയ ഇറാൻ സ്വദേശിക്ക് തെരുവുനായുടെ കടിയേറ്റു. തിരുവനന്തപുരം വർക്കലയിൽ 5 വയസ്സുകാരിക്ക് തെരുവുനായ ആക്രമണത്തിൽ ഇന്ന് പരിക്കേറ്റു. മലപ്പുറത്ത് ബൈക്കിന് കുറുകെ തെരുവുനായ ചാടിയതിനെ തുടർന്നുണ്ടായ അപകടത്തിൽ 2 പേർക്കാണ് പരിക്കേറ്റത്. കോന്നിയിൽ തെരുവുനായ വീട്ടിൽ കയറി യുവാവിനെ കടിച്ചു. ഫോർട്ട് കൊച്ചിയിൽ ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് ഇറാൻ സ്വദേശിനിയെ തെരുവുനായ ആക്രമിച്ചത്. ബീച്ചിലൂടെ നടക്കുന്നതിനിടെയാണ് തെരുവുനായയുടെ കടിയേറ്റത്. കാലിന് പരിക്കേറ്റ യുവതി ഫോർട്ട് കൊച്ചി ആശുപത്രിയിൽ ചികിത്സ തേടി. തിരുവനന്തപുരം വർക്കലയിൽ 5 വയസ്സുകാരിയാണ് തെരുവുനായയുടെ ആക്രമണത്തിനിരയായത്. വർക്കല സ്വദേശി ഷാഹിർ ആമിന ദമ്പതികളുടെ മകൾക്കാണ് നായയുടെ കടിയേറ്റത്. മദ്രസയിൽ നിന്ന് വീട്ടിലേക്ക് വരുന്നതിനിടെയായിരുന്നു സംഭവം. കാലിന് മുഖത്ത് പരിക്കേറ്റ കുട്ടി ചികിത്സയിലാണ്. പത്തനംതിട്ട കോന്നിയിലും തെരുവുനായ ആക്രമണമുണ്ടായി. കോന്നി സ്വദേശി അനീഷിനാണ് തെരുവുനായയുടെ കടിയേറ്റത്. അനീഷിന്റെ അയൽവാസിയായ രത്നമ്മയുടെ വീട്ടിലെ ആടുകളെയും നായ ആക്രമിച്ചു. പ്രദേശത്ത് രാവിലെ 3 പേരെ തെരുവുനായ കടിച്ചിരുന്നു. മലപ്പുറത്ത് തെരുവുനായ കുറുകെ ചാടിയതിനെ തുടർന്ന് ബൈക്ക് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് 2 പേർക്ക് പരിക്കേറ്റു. എടവണ്ണ സ്വദേശി റൌഫ്, ഒതായി സ്വദേശി നാസിം എന്നിവർക്കാണ് പരിക്കേറ്റത്. ജോലിക്ക് പോകുമ്പോൾ കരുളായിൽ വെച്ചായിരുന്നു അപകടം. സാരമായി പരിക്കേറ്റ ഇരുവരും ചികിത്സയിലാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കൊച്ചി. അടുത്ത വാർത്തയിലേക്കാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് കുരുക്കായി. ലൈംഗിക പീഡന ആരോപണങ്ങളിൽ കൂടുതൽ തെളിവ് പുറത്ത്. പെൺകുട്ടിയെ ഗർഭധാരണത്തിനും ഗർഭചിത്രത്തിനും നിർബന്ധിക്കുന്നതിന്റെ ശബ്ദ സന്ദേശവും വാട്സാപ്പ് ചാറ്റും ഉൾപ്പെടെ പുറത്തുവന്നു. ഓഡിയോ നിഷേധിക്കാത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല എന്ന് ആവർത്തിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരായ ലൈംഗിക ആരോപണങ്ങൾക്ക് കൂടുതൽ ശക്തി പകരുന്നതാണ് പുറത്തുവന്ന പുതിയ തെളിവുകൾ. പെൺകുട്ടിയെ ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുന്നതിനൊപ്പം അധിക്ഷേപിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നത് ഓഡിയോയിൽ വ്യക്തം. വീട്ടിൽ പോയിട്ട് എനിക്ക് അമ്മയെ കണ്ടിട്ട് കരച്ചിൽ സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ നിന്നോട് കഴിഞ്ഞ ദിവസം ഇന്നുകൊണ്ട് ലോകം അവസാനിക്കാൻ പോകല്ലോ. പെൺകുട്ടി വൈകാരികമായപ്പോൾ നാടകം കളിക്കരുതെന്നാണ് രാഹുൽ പരിഹസിക്കുന്നത്. എനിക്ക് വോമിറ്റിംഗ് ഉണ്ട്, കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതിനകത്ത്. എന്റെ പൊന്നു സുഹൃത്തെ, താൻ ആദ്യം ഒന്ന് റിയലിസ്റ്റിക് ആയിട്ട് സംസാരിക്കും. ഈ ഡ്രാമ കാണിക്കുന്നവർ എനിക്ക് ഇഷ്ടം. എന്ത് ഡ്രാമ എന്നാണ് പറയുന്നത്? എനിക്ക് വയ്യാണ്ടിരിക്കാൻ ഞാൻ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. പെൺകുട്ടിയെ ഗർഭധാരണത്തിന് നിർബന്ധിക്കുന്നതാണ് വാട്സപ്പ് ചാറ്റിൽ. ശബ്ദരേഖയും വാട്സപ്പ് ചാറ്റും പുറത്തു വന്നിട്ടും പഴയ ന്യായീകരണം ആവർത്തിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇപ്പൊ ഈ ഓഡിയോ വന്നതിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണ് ഇപ്പോൾ വന്നത്? അത് ആർക്കും മനസ്സിലാകാത്ത ആ വ്യക്തത ഞാൻ വരുത്തുമെന്ന് പറഞ്ഞല്ലോ. ആ വ്യക്തത വരുത്തേണ്ടുന്ന സമയത്ത് ഞാൻ വരുത്തും. നിയമപരമായി എന്തെല്ലാം പോരാട്ടം വരാനിരിക്കുന്നു, എന്റെ ഭാഗത്തു നിന്നുള്ള എന്തെല്ലാം നിയമപരമായ പോരാട്ടം വരാനിരിക്കുന്നു, അതിനൊക്കെ സമയമുണ്ടല്ലോ. എന്തിനു തിരക്കുകൂടുന്നു? പെൺകുട്ടി പരാതി നൽകുമെന്നാണ് വിവരം. 24 തിരുവനന്തപുരം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സർക്കാർ നടപടിയെടുത്താൽ നിലവിലെ പാർട്ടി അച്ചടക്ക നടപടി കടുപ്പിക്കുമെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. ശബ്ദരേഖ താൻ കേട്ടിട്ടില്ല എന്നായിരുന്നു KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പ്രതികരണം. രാഹുലിനൊപ്പം വേദി പങ്കിട്ടപ്പോൾ പ്രതികരിക്കാതിരുന്നത് വിദ്യാർത്ഥികളെ ഓർത്തെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സർക്കാർ തെളിവ് സഹിതം നടപടിയെടുത്താൽ അടുത്ത നടപടി പാർട്ടിയിൽ നിന്ന് പുറത്താക്കലാണെന്ന് കെ മുരളീധരൻ. കൂടുതൽ തെളിവുകൾ ലഭിച്ച് മറ്റ് ആക്ഷനിലേക്ക് പോകുമ്പോൾ സസ്പെൻഷൻ പുറത്താക്കലാവും. പക്ഷേ ഇപ്പോൾ അതിന് തക്കവണ്ണം ഒരു ആക്ഷനും ഗവൺമെന്റ് പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. പുതിയ ശബ്ദരേഖ താൻ കണ്ടിട്ടില്ലെന്നായിരുന്നു KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പ്രതികരണം. വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വം ഒളിച്ചു കളിക്കുന്നെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചിരിക്കുന്ന നിലപാട് ഒളിച്ചുകളിയാണ്. രാഹുലിനെ സസ്പെൻഡ് ചെയ്തു എന്ന് കോൺഗ്രസ് നേതൃത്വം മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള വെറും നാടകം മാത്രമാണെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ സംശയങ്ങളുണ്ടെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി. രാഹുൽ മാങ്കൂട്ടത്തിലെ ഇതിൻ്റെയൊക്കെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉടനെ തന്നെ അറസ്റ്റ് ചെയ്ത് പോലീസ് ചോദ്യം ചെയ്യണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പാലക്കാട്ടെ MLA ഓഫീസിലേക്ക് BJP പ്രതിഷേധ മാർച്ച് നടത്തി. ന്യൂസ് ഡെസ്ക് 24. രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രചാരണത്തിന് ഇറങ്ങുന്നതിൽ അതൃപ്തി പരസ്യമാക്കി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. രാഹുൽ പാർട്ടിക്ക് പുറത്താണ്, പിന്നെ പ്രവർത്തിക്കുന്നത് ശരിയല്ല. ഒരു ഘട്ടത്തിലും ആരും രാഹുലിനെ തിരിച്ചെടുക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും രമേശ് ചെന്നിത്തല 24നോട് പറഞ്ഞു. ശരിയുമല്ല. കാരണം ഈ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് പാർട്ടി നടപടി സ്വീകരിച്ചു, പാർട്ടിയിലില്ല. പാർലമെന്ററി പാർട്ടി നടപടി സ്വീകരിച്ചു, പാർലമെന്ററി പാർട്ടിയിലില്ല. അപ്പോൾ അതുകൊണ്ട് പാർട്ടിയുടെ നയം ഈ കാര്യത്തിൽ വളരെ വ്യക്തമാണ്. അദ്ദേഹം പാർട്ടിയുടെ ഒരു ഘടകത്തിലും
ഇപ്പോൾ പ്രവർത്തിക്കേണ്ട ഒരാളല്ല. പാലക്കാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അത് തീരുമാനിക്കും. ഒരു തവണ പോലും ഒരു വ്യക്തി പോലും അദ്ദേഹത്തെ തിരിച്ചെടുക്കണമെന്നോ ഞങ്ങളോട് ആരും ആവശ്യപ്പെട്ടിട്ടില്ല. നമ്മൾ കാക്കനാട്ടേക്ക് ഒരിക്കൽ കൂടി പോകുന്നു. അവിടെ NGO ക്വാർട്ടേഴ്സിൽ കുടിവെള്ളമില്ലാത്തതിനെ തുടർന്ന് പ്രതിഷേധം നടക്കുന്നുണ്ട്. അവിടെ പ്രതിഷേധം ഇപ്പോൾ കൂടുതൽ ശക്തമാകുന്നുണ്ട്. സ്ഥാനാർത്ഥികൾ, പോലീസൊക്കെ ഇപ്പോൾ ആ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. നേരത്തെ നാട്ടുകാർ റോഡ് ഉപരോധിച്ചിരുന്നു. ഈ പ്രതിഷേധക്കാർ റാഫി കരീം വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. റാഫി, നിലവിൽ എന്താണ് സ്ഥിതി? പ്രതിഷേധം തുടരുകയാണോ? ഉന്മേഷ്, തീർച്ചയായും പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. ഈ പ്രതിഷേധക്കാർ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ തയ്യാറല്ല. കാരണം ഇന്ന് ഈ കുടിവെള്ള പ്രശ്നം പരിഹരിച്ചതിന് ശേഷം ഇവിടെ നിന്ന് മടങ്ങി പോവുക എന്നുള്ളതാണ് ഈ പ്രതിഷേധക്കാരുടെ നിലപാട്. കാരണം കഴിഞ്ഞ 6 ദിവസമായി വലിയ ബുദ്ധിമുട്ടാണ് അവർ അനുഭവിക്കുന്നത്. ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ ഇവർ നിരന്തരം ഈ വാട്ടർ അതോറിറ്റി ഇതുമായി ബന്ധപ്പെട്ട് പ്രശ്നപരിഹാരത്തിനായി വിളിക്കുന്നുണ്ട്. എന്നാൽ ഒരു തവണ പോലും വാട്ടർ അതോറിറ്റിയിൽ നിന്ന് അനുകൂലമായ ഒരു തീരുമാനമുണ്ടാവുകയോ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ ഇവിടെ പറയുന്നത്. ഇപ്പോൾ പോലീസും ഒപ്പം തന്നെ ഈ സ്ഥാനാർത്ഥികളും ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഇവരുമായി ചർച്ച നടത്തുന്നുണ്ട്. എന്നാൽ ഒരു തരത്തിലും പിരിഞ്ഞു പോകാൻ തയ്യാറല്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഇവരുടെ പ്രശ്നത്തിന് പരിഹാരം വേണം, കുടിവെള്ള പ്രശ്നം പരിഹരിക്കണം. ഈ വാട്ടർ അതോറിറ്റിയിൽ നിന്നുള്ള ആ ജീവനക്കാരൻ ഇവിടെ എത്തി വാൽവ് തുറന്ന് കുടിവെള്ള പ്രശ്നം പരിഹരിക്കണം എന്നുള്ളതാണ് ഇവരുടെ അഭിപ്രായം. നിങ്ങൾ എത്ര ദിവസമായി വെള്ളം കിട്ടിയിട്ട്? ഞങ്ങൾ ഒരാഴ്ചയായി ചേട്ടാ വെള്ളം കിട്ടാതിരുന്നിട്ട്. ഇപ്പൊ ഈ ഫുള്ള് വാൽവ് പ്രശ്നമാണ് ഇപ്പൊ മെയിൻ പ്രശ്നം. ഇപ്പൊ ഈ ഒരു 4 മണിക്കൂർ ഫുൾ വാൽവ് തുറന്നു തന്നിട്ട് ഞങ്ങളുടെ എല്ലാ കൊട്ടേഴ്സുകളിലും വെള്ളം എത്തും. അത് ഇവര് ചെയ്യുന്നില്ല. വാൽവ് ഇച്ചിരി തുറക്കും, ഗ്രൗണ്ടിൽ ഒരു നൂല് പോലെ വെള്ളം വരും. അതുകൊണ്ട് എന്താകാനാണ്? ക്വാർട്ടേഴ്സിൽ ഒന്നും കയറുന്നില്ല, മേളിലോട്ടൊന്നും വെള്ളം കയറുന്നില്ല. നമുക്ക് ഒരാഴ്ച പറ്റുള്ളൂ. ഞങ്ങളുടെ പിള്ളേര് പോലും ഭക്ഷണം പോലും കഴിക്കാണ്ടിരിക്കും. ഞങ്ങൾ പുറത്തുനിന്ന് ഭക്ഷണമൊക്കെ വാങ്ങിക്കണത്. ഞങ്ങൾക്ക് ജോലിക്ക് വേണ്ട, പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കണ്ടേ? ഇതൊന്നും നടക്കുന്നില്ല. നിങ്ങൾ ഈ വാട്ടർ അതോറിറ്റി വിവരം അറിയിച്ചില്ലേ? എല്ലാം അറിയിക്കുന്നുണ്ട്. എല്ലാവരും വിവരം അറിയിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് വരും, നാളെ വരും, 1 മണിക്കൂറിനുള്ളിൽ ഉച്ചയ്ക്ക് വരും, വൈകിട്ട് വരും. ഇന്ന് ഞങ്ങൾ ആ പ്രതീക്ഷയിൽ ഇരിക്കുകയാണ്. ഇപ്പൊ ഈ നേരം വരെയും വെള്ളം വന്നിട്ടില്ല. ഞങ്ങളെ കൊണ്ട് കുട്ടികളെ അടക്കം സ്കൂളിൽ വിടാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. അതെ, കുട്ടികളെ പോലും സ്കൂളിൽ വിടാൻ പറ്റത്തില്ല. അവര് ബാത്റൂമിൽ പോകണം. നമ്മളെ പോലെയല്ല, അവര് പിടിച്ചു നിൽക്കുക. ടോയ്ലറ്റിൽ പോകണം, എന്തോരം വെള്ളം വേണം. നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്ക് ഇത്ര ബുദ്ധിമുട്ടില്ല. ഞങ്ങൾ ഇവിടെ കിടന്ന് ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ വേസ്റ്റ് പോലും നീക്കം ചെയ്യാൻ ഇവിടെ ആള് വരുന്നില്ല. അതും ഒരു പ്രശ്നത്തിൽ നിൽക്കുകയാണ്. ഈ പോലീസ് എന്ത് പരിഹാരമാണ് ഇപ്പൊ പറയുന്നത്? പോലീസ് ഇപ്പൊ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇപ്പോൾ പോലീസും ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികളും ഒപ്പം തന്നെ ഇവിടുത്തെ വാർഡ് കൗൺസിലറും ഉണ്ട്. ഇപ്പോൾ ഇവരുമായി സംസാരിക്കുകയാണ്, ചർച്ച നടത്തുകയാണ്. നാളെ രാവിലെ ഈ പ്രശ്നം പരിഹരിക്കാം, നാളെ രാവിലെ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാം എന്നുള്ളൊരു വിവരം പോലീസ് ഇവരോട് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇവർ പിരിഞ്ഞു പോകാൻ തയ്യാറല്ല. ഇത്തരം വാഗ്ദാനങ്ങൾ മുമ്പും പലവട്ടം ലഭിച്ചിട്ടുണ്ട്, എന്നാൽ അതൊന്നും നടപ്പായില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു നമ്മളിവിടെ ഒരു പ്രതിഷേധ പ്രകടനം സംഘടിപ്പിക്കുകയും നിലവിലിവിടെ എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളും പോലീസുകാരും നേതാക്കന്മാരെല്ലാവരും എത്തിയിട്ടുണ്ട്. ഇവർ പറയുന്ന രീതി അനുസരിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് രാത്രി തന്നെ രാത്രി തന്നെ പരമാവധി ഇപ്പൊ തന്നെ നമുക്ക് വെള്ളം കിട്ടണം. പരമാവധി കുറച്ച് കേട്ടല്ല പരമാവധി ഇപ്പൊ തന്നെ വാട്ടറിലേക്ക് വിളിക്കാൻ പറ്റുമോ? അവർ വരുമോ? വാട്ടറിലേക്ക് വിളിക്കുമോ? പരമാവധി വാട്ടർ അതോറിറ്റി ആളുകൾ വരികയും അത് ഇപ്പൊ തുറന്ന് വെള്ളം നമുക്ക് കിട്ടാനുള്ളതും വാട്ടർ ടാങ്കർ ലോറി ആണെങ്കിൽ അതും കിട്ടാനുള്ള ഒരു സൗകര്യം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് ഇവർ ആരും വിളിച്ച ഫോൺ എടുക്കത്തില്ലാണ് ഏറ്റവും വലിയ കുഴപ്പം. അപ്പൊ ഇപ്പൊ തന്നെ അവർ വരാന്ന് പറഞ്ഞിട്ട് ടാങ്കർ ലോറി. അപ്പൊ ഇപ്പോഴും നമ്മുടെ 2 പ്രതിനിധികള് സ്റ്റേഷനിലേക്ക് ചെന്ന് സംസാരിക്കാണ്ട് പറഞ്ഞേക്കണേ. പോലീസ് പറഞ്ഞിരിക്കുന്നത് സ്റ്റേഷനിൽ ചെല്ലാൻ 2 പ്രതികൾ ചെല്ലാൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ആവശ്യം അതല്ല. നിലവിൽ നാളെ രാവിലെ നമുക്ക് ജോലിക്ക് പോകേണ്ടതാണ്. അപ്പോൾ പരമാവധി നമുക്ക് ഇന്ന് തന്നെ വെള്ളം കിട്ടാനുള്ള സംവിധാനം വേണമെന്നാണ് നമ്മുടെ ആവശ്യം. ഇന്ന് വൈകുന്നേരം ഇപ്പൊ ഈ പോലീസ് എന്താണ് പറയുന്നത്? പോലീസിന് നമ്മുടെ ഇവിടുത്തെ 2 പ്രതിനിധികൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് സംസാരിച്ച് സിയായിട്ട് സംസാരിച്ച് ഇന്ന് രാത്രി തന്നെ തീരുമാനം ഉണ്ടാക്കി തരാമെന്ന രീതിയിലാണ് പോലീസിന്റെ ഭാഷ്യം. നിങ്ങൾ അതിന് തയ്യാറല്ല? കാരണം ഞങ്ങൾക്ക് ഇന്ന് രാത്രി തന്നെ വെള്ളം കിട്ടാനുള്ള ഒരു തീരുമാനം ഉണ്ടാക്കണം എന്ന് തന്നെയാണ് നമ്മുടെ ഈ സ്ത്രീകളടക്കം കുട്ടികളടക്കം എല്ലാ ആളുകളുടെ ആവശ്യം. ഇപ്പൊ ഈ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് എത്ര ദിവസമായി? 5 ദിവസമായി. ഞങ്ങൾക്ക് ഓഫീസിൽ പോകാനും കുളിക്കാനോ ഞങ്ങൾക്ക് മറ്റുള്ള ആവശ്യങ്ങളൊന്നും ഒന്നും വെള്ളമില്ല. പല ആളുകൾക്ക് ലീവില്ല, പലരും അവധി എടുത്തിരിക്കാന്ന് അറിഞ്ഞു. അതെ, ഞങ്ങൾക്കിപ്പോ ലീവ് കിട്ടാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഡിസംബർ മാസം ആയതുകൊണ്ട് പലരുടെയും ലീവുകളൊക്കെ തീർന്നിരിക്കണു. ലീവ് കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ട്.
അപ്പം ഞങ്ങൾക്ക് ജോലിക്ക് പോകാതിരിക്കാനും പറ്റില്ല. കുളിക്കാതെയും നനയ്ക്കാതെയും ജോലിക്ക് പോകാൻ പറ്റുമോ? അതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം. ഞങ്ങളുടെ കുട്ടികൾ, കുഞ്ഞുകുട്ടി പരാധീനങ്ങളുള്ള വീടുകളുണ്ട് ഒത്തിരി. ഞങ്ങൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുകളാണ്. എത്ര കുടുംബങ്ങളാണ് മൊത്തം ഇവിടെ താമസിക്കുന്നത്? ഇവിടെ ഈ നിങ്ങൾ ഈ പരാതി വാട്ടർ അതോറിറ്റി അറിയിക്കുമ്പോൾ അവരെന്ത് മറുപടിയാണ് പറയുന്നത്? മറുപടി പറയാൻ ഫോൺ എടുക്കുന്നില്ല. വാട്ടർ അതോറിറ്റി ഫോൺ എടുക്കുന്നേയില്ല. പിന്നെ ഞങ്ങൾ ആരോട് ഈ പരാതി പറയും? അതുകൊണ്ട് ഞങ്ങൾ തെരുവിലിറങ്ങിയെന്ന് മാത്രം. തീർച്ചയായും ഇവർ ഈ സമരം അവസാനിപ്പിക്കാൻ ശരിറാഫി, ഏതായാലും കുടിവെള്ളം ഇല്ലാത്തതെന്ന് പറയുന്നത് അത് വലിയ പ്രശ്നം തന്നെയാണ്. നമ്മുടെ പ്രേക്ഷകരും അത്തരത്തിൽ പ്രതികരിക്കുന്നുണ്ട്. അടിയന്തരമായി തന്നെ അവിടെ വാട്ടർ അതോറിറ്റി ഇടപെടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അവർക്ക് അടിയന്തരമായി കുടിവെള്ളം എത്തിച്ചു നൽകാനുള്ള ശ്രമം വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. വായുമലിനീകരണം രൂക്ഷമായതോടെ നിയന്ത്രണം കടുപ്പിച്ച് ഡൽഹി സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിലെ 50% ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം ഏർപ്പെടുത്തി. അജീഷ് ജയകുമാർ ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അജീഷ്, കഴിഞ്ഞ ദിവസം പ്രതിഷേധങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. നിലവിൽ എന്താണ് ഇപ്പോൾ ഈ എടുത്തിരിക്കുന്ന തീരുമാനം അജീഷ്? ഉന്മേഷ്, ഈ കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെന്റിന്റെ നിർദ്ദേശപ്രകാരമാണ് ഡൽഹി സർക്കാർ ഇപ്പോൾ പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. നിലവിൽ ഈ ഡൽഹിയിൽ കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായിട്ട് തന്നെ 380-നും 400-നും ഒക്കെ മുകളിലാണ് ഈ വായു മലിനീകരണ തോത്, അതിന്റെ സൂചിക ഉള്ളത്. അതായത് ഗുരുതരം എന്ന വിഭാഗത്തിൽ തന്നെ തുടരുകയാണ്. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നടപ്പിലാക്കിയിട്ടുള്ള നിയന്ത്രണ നടപടികളൊന്നും ഫലപ്രദമാകുന്നില്ല എന്നാണ് ഈ വായു മലിനീകരണ സൂചിക ഉയർന്നു നിൽക്കുന്നതിന്റെ അത് വ്യക്തമാക്കുന്നത്. അതിനെ തുടർന്നാണ് നിലവിൽ ഗ്രാപ്പ് 4, അതായത് ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാൻ 4, അതിന്റെ നിയന്ത്രണങ്ങൾ കൂടി നിലവിൽ നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് 50% പേർക്ക് വർക്ക് അറ്റ് ഹോം ഏർപ്പെടുത്താൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഈ 50% പേർക്ക് മാത്രമേ ഓഫീസുകൾക്ക് എത്താൻ അനുവാദം ഉണ്ടാവുകയുള്ളൂ. ഇതുവഴി വാഹന പെരുപ്പം കുറച്ച് മലിനീകരണം കുറയ്ക്കാനാകുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഡൽഹി സർക്കാരിനുള്ളത്. കൂടാതെ തന്നെ ഇതെല്ലാം നിരീക്ഷിക്കണം, ഈ നിയന്ത്രണങ്ങൾ കർശനമായി പാലിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ 2000 വരുന്ന വോളണ്ടിയേഴ്സുകളെയും നിയോഗിച്ചിട്ടുണ്ട്. ഇവർ ഡൽഹിയിലെ പല സ്ഥലങ്ങളിലായി ഇത് മോണിറ്റർ ചെയ്യും, കൃത്യമായിട്ട് ഇത് നടപ്പിലാക്കുന്നുണ്ടോ എന്ന് മോണിറ്റർ ചെയ്യും. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിഷേധങ്ങളൊക്കെ കണ്ടിരുന്നു. പക്ഷേ ഈ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ട് പോലും സർക്കാരിന്റെ ഇടപെടലുകളൊന്നും കൃത്യമായി നടപ്പിലാകുന്നില്ല, അല്ലെങ്കിൽ അത് ഫലിക്കുന്നില്ല എന്നുള്ളതാണ് ഈ മലിനീകരണ തോത് ഇത്ര ഉയർന്നു നിൽക്കുന്നതിന്റെ അത് വ്യക്തമാക്കുന്നത്. ശരി അജീഷ്. അജീഷ് ജയകുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. കോഴിക്കോട് നഗരത്തിൽ ജലവിതരണ പൈപ്പ് പൊട്ടുന്നത് തുടർക്കഥയാകുമ്പോൾ അറ്റകുറ്റപ്പണിക്കായി ചെലവഴിക്കുന്നത് വൻ തുകയാണ്. 9 വർഷത്തിനിടെ 20,339 ഇടങ്ങളിൽ പൊട്ടലുണ്ടായെന്നും അറ്റകുറ്റപ്പണിക്കായി 16,75 ലക്ഷം രൂപ ചെലവഴിച്ചു എന്നുമാണ് വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നത്. 24 എക്സ്ക്ലൂസീവ്. മുതൽ 2025 വരെയുള്ള കാലയളവിൽ ജല അതോറിറ്റിയുടെ കോഴിക്കോട് ഡിസ്ട്രിബ്യൂഷൻ സബ് ഡിവിഷന് കീഴിൽ മാത്രം 20,339 ഇടത്താണ് പൈപ്പ് പൊട്ടിയത്. പൈപ്പ് പൊട്ടലുകൾ മൂലമുള്ള സാമ്പത്തിക നഷ്ടം എത്രയെന്ന് ജല അതോറിറ്റി കണക്കാക്കിയിട്ടില്ല എന്നാണ് മറുപടി. അതേസമയം അറ്റകുറ്റപ്പണികൾക്കായി വൻതുക ചെലവഴിക്കുന്നുണ്ട്. 16,75,57,586 രൂപ അറ്റകുറ്റപ്പണികൾക്കായി ചെലവഴിച്ചതായി വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നു. പൈപ്പ് പൊട്ടുന്നതിലൂടെ പൊതുമരാമത്ത് വകുപ്പിനും വലിയ നഷ്ടം ഉണ്ടാകുന്നുണ്ട്. തുടർച്ചയായ പൈപ്പ് പൊട്ടൽ ഉദ്യോഗസ്ഥരുടെയും കരാറുകാരുടെയും സാമ്പത്തിക നേട്ടങ്ങൾക്ക് വഴിവെക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് കോടികൾ ചെലവഴിച്ചിട്ടും ഈ കുടിവെള്ള പൈപ്പ് പൊട്ടുന്നത് പരിഹരിക്കാൻ യാതൊരു ശ്രമവും നടത്താത്തതെന്ന് വാട്ടർ അതോറിറ്റി വ്യക്തമാക്കണം. കുടിവെള്ള പൈപ്പ് പൊട്ടൽ അടിക്കടി ഉണ്ടായിട്ടും ഇത് പരിഹരിക്കാൻ ശാശ്വതമായ നടപടികൾ സ്വീകരിക്കാത്തതും അതേപോലെ തന്നെ ഇതുമൂലമുണ്ടായ സാമ്പത്തിക നഷ്ടം കണക്കിലാക്കാൻ വാട്ടർ അതോറിറ്റി അധികൃതർ തയ്യാറാവാത്തതെന്ന് വ്യക്തമാക്കണം. ഇക്കാലയളവിൽ 5 ജലമോഷണ കേസുകളും റിപ്പോർട്ട് ചെയ്തു. എന്നാൽ കേസുകളിൽ എത്ര പിഴ ചുമത്തിയെന്ന് വ്യക്തമാക്കുന്നില്ല. പൈപ്പ് പൊട്ടുന്നത് തടയാൻ വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട് എന്ന് ജല അതോറിറ്റി അവകാശപ്പെടുമ്പോഴും പൈപ്പ് പൊട്ടുന്നതിന് കുറവൊന്നുമില്ല. അതുവഴി വൻതുക ചിലവഴിക്കുന്നുമുണ്ട്. കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ്, 24. ഇപ്പോൾ ഒരു വാർത്ത കൊച്ചിയിൽ നിന്ന് വിപിൻ സി വിജയൻ അറിയിക്കുന്നത് വിമാനങ്ങൾ റദ്ദാക്കിയതിനെ തുടർന്ന് യാത്രക്കാർ കുടുങ്ങിയെന്നുള്ളതാണ്. നെടുമ്പാശ്ശേരിയിൽ നിന്ന് ജിദ്ദ, ദുബായ് എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകളാണ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. ഉംറ തീർത്ഥാടകർ ഉൾപ്പെടെ മണിക്കൂറുകളായി ഇപ്പോൾ വലയുകയാണ്. പുറത്തുവരുന്നൊരു വിവരം, എത്യോപ്യയിലെ അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്നാണ് ഇപ്പോൾ ഈ വിമാന സർവീസുകൾ റദ്ദാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതിന്റെ വിശദാംശങ്ങൾ അറിവാകുന്നതേയുള്ളൂ. ഏതായാലും നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള ജിദ്ദ, ദുബായ് സർവീസുകളാണ് ഇപ്പോൾ
റദ്ദാക്കിയിരിക്കുന്നത്. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചതോടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സര ചിത്രം തെളിഞ്ഞു. തിരുവനന്തപുരം, കൊച്ചി, തൃശൂർ, കണ്ണൂർ കോർപ്പറേഷനുകളിൽ 3 മുന്നണികൾക്കും വിമത ഭീഷണി. ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ 8 UDF-നെതിരെ വിമതർ. കാസർഗോഡ് നഗരസഭയിൽ ലീഗിന് 5 വിമതർ. വയനാട്ടിൽ നേതൃത്വത്തിന് വഴങ്ങി യൂത്ത് കോൺഗ്രസ് നേതാവ് ജഷീർ പള്ളിവയൽ പത്രിക പിൻവലിച്ചു. ആലപ്പുഴ പുന്നമടയിൽ കോൺഗ്രസിൽ കൂട്ടരാജി. പാലക്കാടും ആലപ്പുഴയിലും CPI നേർക്കുനേർ പോര്. തൃത്താല മണ്ഡലത്തിലെ 8 വാർഡുകളിലും രാമങ്കരയിൽ 5 CPI മത്സരം. CPI കോൺഗ്രസ് അവിശുദ്ധ ബന്ധമെന്ന് CPIM. ഞങ്ങൾ ആവുന്ന ശ്രമിച്ചു. 3 സീറ്റ് വരെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും ഒരു സീറ്റുള്ളവർക്ക് 3 സീറ്റ് വരെ വർദ്ധിപ്പിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും നിർബന്ധബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ അത് വാങ്ങാതെ വലതുപക്ഷത്തെ സഹായിക്കാനുള്ള ഒരു സമീപനമാണ് ഇവിടുത്തെ CPI നേതൃത്വം തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അത് അവരുടെ പഴയ കോൺഗ്രസ് കൂട്ടുകെട്ടിന്റെ ഭാഗമായിരിക്കാമെന്ന് തന്നെ ഞാൻ വിചാരിക്കുകയാണ്. ആ സ്വഭാവം അവർ കാണിക്കുന്നു. പ്രശ്നങ്ങൾക്ക് കാരണം CPIM പിടിവാശിയെന്ന CPI. തെറ്റിദ്ധാരണയും പിടിവാശിയും എല്ലാം സ്വാഭാവികമായും ഉണ്ടാകും. വലിയ പാർട്ടിക്ക് സ്വാഭാവികമായിട്ടും പെട്ടെന്നൊന്നും അംഗീകരിക്കാനുള്ള ബുദ്ധിമുട്ട് വരും. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഭാവിയിൽ ഇതെല്ലാം അംഗീകരിച്ചും ഒരുമിച്ചുമൊക്കെ പോകേണ്ട സാഹചര്യം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആലപ്പുഴ നഗരസഭയിൽ LDF സ്ഥാനാർത്ഥിക്കെതിരെ DYFI നേതാവ് ഷാഹിദ ഉനൈസ് വിമത. തൃശൂർ കോർപ്പറേഷനിൽ പത്രിക പിൻവലിച്ച് കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥികൾ. മണ്ണാർക്കാട് CPIനെതിരെ PK ശശി അനുകൂലികൾ മത്സര രംഗത്ത്. കണ്ണൂരിൽ 14 LDF സ്ഥാനാർത്ഥികൾക്കെതിരില്ല. ആന്തൂർ നഗരസഭയിൽ 3 UDF പത്രിക തള്ളി. കണ്ണപുരം പഞ്ചായത്തിലെ 2 UDF BJP പത്രികകൾ അംഗീകരിച്ചില്ല. വധഭീഷണി മുഴക്കി CPIM പത്രിക പിൻവലിപ്പിക്കുന്നുവെന്ന് VD സതീശൻ. 4 പേരുടെ പേരും ഞങ്ങളിവിടെ ഹാജരാക്കി അവിടെ നോമിനേഷൻ സ്വീകരിക്കുമെന്ന് പറഞ്ഞു. ഇവിടുത്തെ റിട്ടേണിംഗ് ഓഫീസറോട് പ്രധാനപ്പെട്ട ആളുകൾ വിളിച്ചു പറയുകയാണ് സ്വീകരിക്കേണ്ടത്. ഇങ്ങനെ കേരളത്തിൽ ആദ്യമായിട്ടാണ് റിട്ടേണിംഗ് ഓഫീസർമാരെ വരെ മോളിൽ നിന്ന് പറഞ്ഞു നിയന്ത്രിക്കുക. പാലക്കാട് പെരിങ്ങോട്ടുകുറിച്ചിയിൽ കോൺഗ്രസ് പത്രിക തള്ളിയതിന് പിന്നിൽ AV ഗോപിനാഥ് എന്ന് DCC പ്രസിഡന്റ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരായ ലൈംഗികാരോപണത്തിൽ കൂടുതൽ തെളിവുകൾ. ഗർഭധാരണത്തിന് യുവതിയെ പ്രേരിപ്പിച്ച വാട്സാപ്പ് ചാറ്റ് പുറത്ത്. പിന്നീട് ഗർഭചിത്രത്തിന് ഭീഷണിപ്പെടുത്തി. എന്റെ പൊന്നു സുഹൃത്തെ, താൻ ആദ്യം ഒന്ന് റിയലിസ്റ്റിക് ആയിട്ട് സംസാരിക്കും. ഈ ഡ്രാമ കാണിക്കുന്നവർ എനിക്ക് ഡ്രാമ പറയുന്നത്. എനിക്ക് വയ്യാണ്ടിരിക്കാൻ ഞാൻ എല്ലാരും ശ്രദ്ധിക്കുന്നുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എനിക്ക് ആരോടും പറയാനും പറ്റുന്നുണ്ട്. ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞ ഈ ഡ്രാമ ഒന്ന് നിർത്ത്. ഈ 1-ാം മാസത്തിൽ എന്തൊക്കെ ഉണ്ടാകാൻ പറ്റുന്നതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ. ചുമ്മാ ശബ്ദരേഖ നിഷേധിക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ ആധികാരികമായി കൊടുത്തിട്ട് പിന്നെ എന്നോട് ചോദിക്കുന്നെന്തിനാ? ഇത് നിങ്ങളുടെയാണോ ചോദിക്കുന്നെന്തിനാ? അതിന്റെ ആ ചോദ്യത്തിന്റെ അതാണോ അല്ലയോ? അത്തരം കാര്യങ്ങൾക്കെല്ലാം ഒന്നും ഇത് കഴിഞ്ഞു പോയിട്ടില്ലല്ലോ. പ്രതികരിക്കാതെ VD സതീശൻ. പാർട്ടിക്ക് പുറത്തായ രാഹുൽ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കുന്നത് ശരിയല്ലെന്ന് രമേശ് ചെന്നിത്തല. നയം ഇക്കാര്യത്തിൽ വളരെ വ്യക്തമാണ്. അദ്ദേഹം പാർട്ടിയുടെ ഒരു ഘടകത്തിലും ഇപ്പോൾ പ്രവർത്തിക്കേണ്ട ഒരാളല്ല. പാലക്കാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അത് തീരുമാനിക്കും. നടപടിയെടുക്കേണ്ടത് സർക്കാരെന്ന് K മുരളീധരൻ. രാഹുൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയെന്ന് V ശിവൻകുട്ടി. പാലക്കാട് MLA ഓഫീസിലേക്കുള്ള BJP മാർച്ചിൽ നേരിയ സംഘർഷം. തിരുവനന്തപുരം വെഞ്ഞാറമൂട് KSRTC ബസിനടിയിൽപ്പെട്ട് 19-കാരിയുടെ കൈ അറ്റുപോയി. അപകടത്തിൽപ്പെട്ടത് നാഗരുകുഴി സ്വദേശിനി ഫാത്തിമ. ബസ് സ്കൂട്ടറിലിടിച്ചത് ഇരുചക്ര വാഹനത്തെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ. അപകടമുണ്ടായത് വെഞ്ഞാറമൂട് പുത്തൻപാലം നെടുമങ്ങാട് റോഡിൽ മാർക്കറ്റ് ജംഗ്ഷന് സമീപത്ത് വെച്ച്. मेरी महबूबा 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 तुझे जाना है तो जा तेरी मर्जी मेरा क्या पर देख तू जो रूठ कर चली जाएगी.
ബോളിവുഡ് ഇതിഹാസം ധർമ്മേന്ദ്ര വിടവാങ്ങി. അന്ത്യം 81 വയസ്സിൽ മുംബൈയിലെ വസതിയിൽ. വിടവാങ്ങിയത് 6 പതിറ്റാണ്ട് കാലം ബോളിവുഡിനെ ത്രസിപ്പിച്ച മഹാപ്രതിഭ. അന്തിമോപചാരമർപ്പിച്ച ഇന്ത്യൻ സിനിമാ ലോകം. ഇന്ത്യൻ സിനിമയിലെ ഒരു യുഗത്തിന്റെ അന്ത്യമെന്ന് പ്രധാനമന്ത്രി. ആലപ്പുഴ കൈനഗരി അനിത വധക്കേസിൽ 1-ാം പ്രതി പ്രബീഷിന് വധശിക്ഷ. അപൂർവങ്ങളിൽ അപൂർവമായ കേസെന്ന് വിചാരണ കോടതി. ഗർഭിണിയായ യുവതിയെ കൊന്ന് കായലിൽ തള്ളിയത് 2021 ജൂലൈയിൽ. കോട്ടയത്ത് സാമ്പത്തിക ഇടപാടിനെ ചൊല്ലി അരിങ്കൊല. കോൺഗ്രസ് മുൻ കൌൺസിലറും മകനും പിടിയിൽ. കൊല്ലം കിളികൊല്ലൂരിൽ ഭർത്താവ് ഭാര്യയെ ഗ്യാസ് സിലിണ്ടർ കൊണ്ട് തലക്കടിച്ചു കൊന്നു. ജസ്റ്റിസ് സൂര്യകാന്ത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റു. സത്യവാചകം ചൊല്ലിക്കൊടുത്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ചടങ്ങിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രിയും. വിട്ടുനിന്ന രാഹുൽ ഗാന്ധിയെ വിമർശിച്ച് BJP. ഹരിയാന സ്വദേശിയായ ജസ്റ്റിസ് സൂര്യകാന്തിന് 2027 ഫെബ്രുവരി 9 വരെ കാലാവധി. പാകിസ്ഥാനിലെ പെഷാവർ അർദ്ധസൈനിക ആസ്ഥാനത്ത് ചാവേർ ആക്രമണം. വെടിവെപ്പിൽ 3 സൈനികർ കൊല്ലപ്പെട്ടു. തുടർച്ചയായി സ്ഫോടന ശബ്ദം കേട്ടെന്ന് ദൃക്സാക്ഷികൾ. ഭീകരർ സൈനിക ആസ്ഥാനത്തിനകത്ത് കയറി ആക്രമിച്ചെന്ന് റിപ്പോർട്ടുകൾ. സംസ്ഥാനത്ത് ഇന്ന് 3 തെരുവുനായ ആക്രമണം. കോന്നി കുളത്തിങ്കലിൽ വീട്ടിൽ കയറി യുവാവിനെ കടിച്ചു. കൊച്ചിയിൽ കടിയേറ്റത് വിനോദസഞ്ചാരിയായ ഇറാൻ സ്വദേശിനിക്ക്. വർക്കലയിൽ 5 വയസ്സുകാരിക്ക് പരിക്ക്. മലപ്പുറം കരുളായിൽ തെരുവുനായ റോഡിന് കുറുകെ ചാടി ബൈക്ക് മറിഞ്ഞ് 2 പേർക്ക് പരിക്കേറ്റു. ഗുവാഹത്തി ടെസ്റ്റിൽ പിടിമുറുക്കി ദക്ഷിണാഫ്രിക്ക. ഇന്ത്യക്കെതിരെ 314 റൺസിന്റെ ലീഡ്. ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യ പുറത്തായത് 201 റൺസിന്. മാർക്കോ യാൻസിന് 6 വിക്കറ്റ്. ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക്. ഇന്ന് ഇതുവരെ ദർശനം നടത്തിയ ഭക്തരുടെ എണ്ണം 90,000 കടന്നു. ഇന്ന് സ്പോട്ട് ബുക്കിംഗ് നടത്തിയത് 10,000-ലേറെ ഭക്തർ. തീർത്ഥാടകരുടെ എണ്ണം കൂടിയെങ്കിലും തിരക്ക് നിയന്ത്രണ വിധേയം. മണ്ഡലകാല തീർത്ഥാടനം തുടങ്ങി. ഇതുവരെ എത്തിയ ഭക്തരുടെ എണ്ണം 7.5 ലക്ഷം പിന്നിട്ടു. നാളത്തെ സ്പോട്ട് ബുക്കിംഗ് 5,000-ആയി നിജപ്പെടുത്തി സംസ്ഥാന പോലീസ് മേധാവി സന്നിധാനത്ത്. 24 എക്സ്ക്ലൂസീവ്. കോഴിക്കോട് നഗരത്തിൽ ജലവിതരണ പൈപ്പ് പൊട്ടുന്നത് തുടർക്കഥയാകുമ്പോൾ അറ്റകുറ്റപ്പണിക്കായി ചെലവഴിക്കുന്നത് വൻ തുക. 9 വർഷത്തിനിടെ പൊട്ടലുണ്ടായത് 20,339 ഇടങ്ങളിൽ. അറ്റകുറ്റപ്പണിക്കായി ചെലവഴിച്ചത് 16,75 ലക്ഷം രൂപ എന്ന വിവരാവകാശ രേഖ. ഇന്ത്യൻ നാവികസേനയ്ക്ക് കരുത്തേകാൻ INS മാഹി. മുംബൈയിലെ നേവൽ ഡോക്ക് യാർഡിൽ പുത്തൻ യുദ്ധക്കപ്പൽ കമ്മീഷൻ ചെയ്തു. INS മാഹിയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ. ഓപ്പറേഷൻ സിന്ദൂർ സേനാ വിഭാഗങ്ങളുടെ കൂട്ടായ വിജയമെന്ന് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. കോഴിക്കോട് വൻ ലഹരിവേട്ട. 250 ഗ്രാം MDMA-യുമായി 2 യുവാക്കൾ പിടിയിൽ. ലഹരി ഒളിപ്പിച്ചത് വാട്ടർ ഹീറ്ററിനുള്ളിൽ പാക്ക് ചെയ്ത നിലയിൽ. പിടിയിലായത് കല്ലായി സ്വദേശി ഷഹൽ, തിരുവണ്ണൂർ സ്വദേശി മുഹമ്മദ് ഇർഫാൻ എന്നിവർ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മരിച്ച വേണുവിന്റെ കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്തി മെഡിക്കൽ എഡ്യൂക്കേഷൻ ജോയിന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം. വേണുവിന് ചികിത്സാ നിഷേധം ഉണ്ടായെന്ന് ആവർത്തിച്ച കുടുംബം. മൊഴിയെടുപ്പിൽ പ്രതീക്ഷയെന്ന് ഭാര്യ സിന്ധു. എൻ്റെ ഭർത്താവ്, അതായത് വേണുവിൻ്റെ മരണകാരണം 100% ഞാൻ ഡോക്ടേഴ്സിൻ്റെ വീഴ്ചയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്രിയാറ്റിൻ്റെ രേഖകളായാലും അത് നമ്മുടെ CHC മുതലുള്ള പിന്നെ മെഡിക്കൽ കോളേജിൽ ചെന്നു ആ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ അവർക്ക് കോപ്പി എടുത്ത് കൊടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ശസ്ത്രക്രിയാ പിഴവിൽ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് ഇതുവരെ ലഭിച്ചിട്ടില്ലെന്ന് പരാതിക്കാരി സുമയ്യ. ഡൽഹി വിമാനത്താവളത്തിൽ വിമാനം റൺവേ മാറിയിറങ്ങി. ലാൻഡിംഗ് റൺവേക്ക് പകരം ടേക്ക് ഓഫ് റൺവേയിൽ ഇറങ്ങിയത് കാബൂളിൽ നിന്നുള്ള അഫ്ഗാൻ എയർലൈൻസ് വിമാനം. ലാൻഡിംഗ് സമയത്ത് മറ്റ് വിമാനങ്ങൾ റൺവേയിൽ ഇല്ലാതിരുന്നതിനാൽ വൻ അപകടമൊഴിവായി. ദൃശ്യപരിധി കുറഞ്ഞതും ഇൻസ്ട്രുമെന്റ് ലാൻഡിംഗ് സിസ്റ്റത്തിനുണ്ടായ തകരാറുമാണ് റൺവേ മാറി ലാൻഡ് ചെയ്യാൻ കാരണമായത് എന്ന് പൈലറ്റ്. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ച് DGCA. തമിഴ്നാട്ടിൽ ശക്തമായ മഴ തുടരുകയാണ്. മഴക്കെടുതിയിൽ 4 മരണം. ചെന്നൈ ഉൾപ്പെടെ 28 ജില്ലകളിലും പുതുച്ചേരി, കാരക്കൽ മേഖലകളിലും യെല്ലോ അലർട്ട്. നാളെ 4 ജില്ലകളിലും 26-നും 27-നും 6 ജില്ലകളിലും യെല്ലോ മുന്നറിയിപ്പ്. തമിഴ്നാട് തെങ്കാശിയിൽ സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച് അപകടം. 7 പേർ മരിച്ചു. 40ഓളം പേർക്ക് പരിക്കേറ്റു.
വയനാട് പുൽപ്പള്ളിയിൽ കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവർക്ക് ദാരുണാന്ത്യം. മരിച്ചത് ചെറ്റപ്പാലം തളിയപ്പറമ്പിൽ റോയ്. പി ജയരാജൻ വധശ്രമക്കേസിലെ പ്രതികളെ വെറുതെ വിട്ട ഹൈക്കോടതി ഉത്തരവിന് എതിരായ ഹർജികളിൽ വിശദമായ വാദം കേൾക്കുമെന്ന് സുപ്രീംകോടതി. കേസിലെ രണ്ടാം പ്രതി ചിരുകണ്ടോത്ത് പ്രശാന്തിന് ജാമ്യം അനുവദിച്ചു. ശിക്ഷാ കാലയളവ് പൂർത്തിയായെങ്കിലും പിഴ അടയ്ക്കാത്തതിനാൽ പ്രശാന്ത് ജയിലിൽ തുടരുകയാണ്. ഹൈക്കോടതി ഉത്തരവിനെതിരെ ഹർജികൾ നൽകിയത് സംസ്ഥാന സർക്കാരും പി ജയരാജനും. കേരള ബാങ്കിന് പുതിയ ഭരണ നേതൃത്വം. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം പി മോഹനൻ പ്രസിഡന്റ്. മുൻ MLA TV രാജേഷ് വൈസ് പ്രസിഡന്റ്. തെരഞ്ഞെടുപ്പ് നടന്നത് ഈ മാസം 21-ന്. LDFന് 1220 വോട്ടും UDFന് 49 വോട്ടും ലഭിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രകടന പത്രിക പുറത്തിറക്കിയ UDF എല്ലാ വാർഡുകൾക്കും ഉപാധിരഹിത വികസന ഫണ്ട് നൽകുമെന്ന് പ്രധാന വാഗ്ദാനം. ആശാ വർക്കേഴ്സിന് 2000 രൂപ പ്രതിമാസ അലവൻസ്. തെരുവുനായ ശല്യത്തിന് പരിഹാരം കാണാൻ പ്രത്യേക പദ്ധതി. നഗരങ്ങളിലെ വെള്ളക്കെട്ട് തടയാൻ കർമ്മ പദ്ധതി തയ്യാറാക്കുമെന്നും വാഗ്ദാനം. കോട്ടയം മുണ്ടക്കയത്തെ BLO ആന്റണിയുടെ പരാതിയിൽ ഇടപെട്ട് കോട്ടയം ജില്ലാ കളക്ടർ ചേതൻ കുമാർ മീണ. ആന്റണി മികച്ച BLO ആണെന്നും വിശ്രമം ഉൾപ്പെടെ ആവശ്യമായ എല്ലാ സഹായങ്ങളും ലഭ്യമാക്കുമെന്നും ജില്ലാ കളക്ടർ 24-നോട്. BLOമാരുടെ ഒരു പ്രോപ്പറായിട്ട് അദ്ദേഹം ഭംഗിയായിട്ട് ചെയ്യണം. അദ്ദേഹം വേണ്ടിയിട്ട് ആരെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കണം. അദ്ദേഹം റെസ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ റെസ്റ്റ് കൊടുക്കാം. അദ്ദേഹം കൂടുതൽ ഒരു മെയിൻ പവറിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് സപ്പോർട്ട് കൊടുക്കാം. വിഷയത്തിൽ ഇടപെട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു ഖേൽക്കർ. ഉത്തർപ്രദേശിൽ SIR നടപടികൾ പൂർത്തിയാക്കാത്ത BLOമാർക്കെതിരെ കൂടുതൽ നടപടി. ബഹ്റൈച്ചിൽ 5 BLOമാർക്കെതിരെ പോലീസ് കേസെടുത്തു. 42 ബൂത്ത് ലെവൽ ഓഫീസേഴ്സിന്റെ വേതനം തടഞ്ഞു. നടപടി ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശപ്രകാരം. കഴിഞ്ഞ ദിവസം നോയിഡയിൽ 60 BLOമാർക്കെതിരെ കേസെടുത്തിരുന്നു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് എതിരെ കൊൽക്കത്തയിൽ വൻ പ്രതിഷേധവുമായി BLOമാർ. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഓഫീസിലേക്ക് പ്രതിഷേധമാർ. അമിത ജോലിഭാരം കുറയ്ക്കാൻ നടപടി വേണമെന്നാവശ്യം. BLOയുടെ ആത്മഹത്യയിൽ കുറ്റക്കാരെ ശിക്ഷിക്കണമെന്നും പ്രതിഷേധക്കാർ. കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് വ്യാപാരി മുഹമ്മദ് ആട്ടൂർ എന്ന മാമിയുടെ തിരോധാന കേസ് അന്വേഷണത്തിൽ ലോക്കൽ പോലീസിന് ഗുരുതര വീഴ്ച പറ്റിയെന്ന അന്വേഷണ റിപ്പോർട്ട്. CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതിൽ ഉൾപ്പെടെ അന്വേഷണ സംഘം വീഴ്ച വരുത്തിയെന്ന് ഉത്തരമേഖല IG-ക്ക് നൽകിയ റിപ്പോർട്ടിൽ നർക്കോട്ടിക്സ് ACP. നടക്കാവ് സ്റ്റേഷനിലെ 4 പോലീസുകാർക്കെതിരെ റിപ്പോർട്ടിൽ പരാമർശം. കോഴിക്കോട് ഒളവണ്ണ ഇരിങ്ങല്ലൂരിൽ കുടിവെള്ള പദ്ധതിയുടെ കിണർ ഇടിഞ്ഞു താഴ്ന്നത് 12 അടിയോളം താഴ്ചയുള്ള കിണർ. കിണറിനോട് ചേർന്നുള്ള വീട് അപകട ഭീഷണിയിൽ. പന്തീരാങ്കാവ് പോലീസും ഫയർ യൂണിറ്റും എത്തി വീട്ടുകാരെ മാറ്റിപ്പാർപ്പിച്ചു. സംഭവം ഇന്നലെ അർദ്ധരാത്രി. ഡൽഹിയിൽ വായുമലിനീകരണത്തിനെതിരായ പ്രതിഷേധത്തിൽ പങ്കെടുത്തവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിക്കുമെന്ന് ഡൽഹി പോലീസ്. ഇന്ത്യ ഗേറ്റിൽ നടന്ന പ്രതിഷേധത്തിനിടെ മാവോയിസ്റ്റ് നേതാവിന്റെ ചിത്രവും പേരുമടങ്ങിയ പ്ലക്കാർഡുകൾ പ്രദർശിപ്പിച്ചതിൽ അന്വേഷണം. കുരുമുളക് സ്പ്രേ പ്രയോഗിച്ച 15 പേരെ അറസ്റ്റ് ചെയ്തതായും ഡൽഹി പോലീസ്. കാസർഗോഡ് ഹനാൻ ഷായുടെ സംഗീത പരിപാടിക്കിടെയുണ്ടായ തിക്കിലും തിരക്കിലും ആളുകൾക്ക് പരിക്കേറ്റതിൽ സംഘാടകർക്കെതിരെ കേസ്. 11 പേർക്കെതിരെ കേസെടുത്തു. പോലീസിന്റെ മുന്നറിയിപ്പ് പാലിച്ചില്ലെന്ന് FIR. തിക്കിലും തിരക്കിലും പരിക്കേറ്റത് 16 പേർക്ക്. BJP നേതാവ് MS കുമാറിനെ അനുനയിപ്പിക്കാൻ നേരിട്ടിടപെട്ട് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ MS കുമാറുമായി കൂടിക്കാഴ്ച നടത്തി. തെരഞ്ഞെടുപ്പ് കാലത്ത് എല്ലാവരെയും കാണുന്നുണ്ടെന്ന് സംസ്ഥാന അധ്യക്ഷന്റെ വിശദീകരണം. ഇലക്ഷന്റെ സമയത്ത് ഞാൻ എല്ലാ വീട്ടിലും കയറുന്നുണ്ടല്ലോ. തിരുവനന്തപുരം മൊത്തം 101 വാർഡിൽ ഞാൻ എൻ്റെ ഒരു യാത്രയുണ്ട്. എല്ലാവരും കാണുന്നുണ്ട്. പാർട്ടിനും പാർട്ടിൻ്റെ ഉള്ളിലിരിക്കുന്നവരും പുറത്തിരിക്കുന്നവരും എല്ലാവരും കാണുന്നുണ്ട്. അനന്തയ നീക്കം. തിരുവിതാംകൂർ സഹകരണ സംഘത്തിൽ നിന്ന് BJP നേതാക്കൾ വായ്പ എടുത്തിട്ട് തിരിച്ചടയ്ക്കുന്നില്ലെന്നും അവരുടെ പേരുകൾ പുറത്തുവിടുമെന്നുമുള്ള MS കുമാറിന്റെ മുന്നറിയിപ്പിന് പിന്നാലെ വിയ്യൂർ സെൻട്രൽ ജയിലിൽ മർദ്ദനമേറ്റ NIA കേസ് പ്രതി മനോജിനെ തവനൂർ ജയിലിലേക്ക് മാറ്റാൻ കോടതി നിർദ്ദേശം. പ്രതിക്ക് കൃത്യസമയത്ത് ചികിത്സ നൽകിയില്ലെന്നും പരിക്കുള്ളപ്പോൾ അനുവാദമില്ലാതെ ജയിൽ മാറ്റിയെന്നും NIA കോടതി. മർദ്ദനം നടക്കുമ്പോൾ ജയിലിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും കോടതി. വിയ്യൂർ ജയിലിലെ CCTV ക്യാമറകൾ പ്രവർത്തിക്കാത്തതിലും രൂക്ഷ വിമർശനം.
സുപ്രീം കോടതിയുടെ 53ാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൂര്യകാന്ത് സത്യപ്രതിജ്ഞ ചെയ്തു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു സത്യവാചകം ചൊല്ലി നൽകി. 2027 ഫെബ്രുവരി 9 വരെയാണ് ചീഫ് ജസ്റ്റിസ് പദവിയിൽ ജസ്റ്റിസ് സൂര്യകാന്തിന്റെ കാലാവധി. मैं सूर्यकांत जो भारत के उच्चतम न्यायालय का मुख्य न्यायमूर्ति नियुक्त हुआ हूं. ഹരിയാനയിൽ നിന്നും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആകുന്ന ആദ്യ വ്യക്തിയാണ് ജസ്റ്റിസ് സൂര്യകാന്ത്. രാഷ്ട്രപതി ഭവനിൽ നടന്ന ജസ്റ്റിസ് സൂര്യകാന്തിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വിദേശ രാജ്യങ്ങളിലെ ചീഫ് ജസ്റ്റിസുമാരും പങ്കെടുത്തു. ഹരിയാന ഹിസാർ ജില്ലയിലെ സാധാരണ കർഷക കുടുംബത്തിലായിരുന്നു ജസ്റ്റിസ് സൂര്യകാന്തിന്റെ ജനനം. ബെഞ്ചില്ലാത്ത സ്കൂളിൽ നിന്ന് പഠനം ആരംഭിച്ച ജസ്റ്റിസ് സൂര്യകാന്ത് ഇന്ന് സുപ്രീം കോടതിയുടെ സുപ്രധാന ഭരണഘടനാ ബെഞ്ചിനെ നയിക്കാൻ ഒരുങ്ങുകയാണ്. 2018 ഹിമാചൽ പ്രദേശ് ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായി. 2019 മെയ് 24 ജസ്റ്റിസ് സൂര്യകാന്ത് സുപ്രീം കോടതി ജഡ്ജിയായി ഉയർത്തപ്പെടുന്നത്. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയ കേന്ദ്ര തീരുമാനം ശരിവച്ചതുൾപ്പെടെ ഒട്ടേറെ സുപ്രധാന വിധികൾ പറഞ്ഞ ബെഞ്ചുകളിലെ അംഗമായിരുന്നു ജസ്റ്റിസ് സൂര്യകാന്ത്. ആർ അച്യുതൻ, 24, ഡൽഹി. പത്തനംതിട്ടയിൽ നിന്ന് വരുന്ന ഒരു വാർത്തയിലേക്ക്. പത്തനംതിട്ടയിൽ BJPക്ക് തിരിച്ചടി. ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന കൊട്ടയത്ത് ഹരികുമാർ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് CPIM ചേർന്നു. AV ജയശങ്കർ ഉണ്ട് വിവരങ്ങളുമായി. ജയശങ്കർ, വിശദാംശങ്ങൾ. BJP പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവും BJPയുടെ മുൻ പന്തളം മുനിസിപ്പൽ പ്രസിഡന്റുമായിരുന്നു ഈ കൊട്ടയത്ത് ഹരികുമാർ. ഇദ്ദേഹമാണ് ഇപ്പോൾ BJP വിട്ട് CPMന്റെ ഭാഗമായിരിക്കുന്നത്. CPMന്റെ മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗവുമായ നിർമ്മല ടീച്ചറിൽ നിന്നാണ് ഇന്നെന്തായാലും അംഗത്വം സ്വീകരിച്ചിരിക്കുന്നത്. BJPയുമായിട്ടുള്ള വലിയ കലഹത്തെ തുടർന്ന്, അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് ഹരികുമാർ പാർട്ടി വിട്ടതെന്നാണ് വിവരം. ഈ പന്തളം നഗരസഭയിൽ ഭരണം വീണ്ടും പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി BJP ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഘട്ടത്തിലാണ് പന്തളത്തെ പ്രധാനപ്പെട്ട ഒരു നേതാവ് CPMലേക്ക് പോകുന്നൊരു കാര്യം കൂടിയുണ്ട്. ഇത് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഉൾപ്പെടെ പ്രതിഫലിക്കുമോ എന്ന കാര്യത്തിൽ നിലവിൽ വ്യക്തതയില്ല. എന്തായാലും ഈ പന്തളത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിനിടെ CPMലേക്കും കോൺഗ്രസിലേക്കൊക്കെ നേതാക്കൾ പരസ്പരം മാറുന്ന ഒരു കാഴ്ച കഴിഞ്ഞിടെ വലിയ തോതിൽ കൂടിയിട്ടുണ്ട്. AV ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. നേരത്തെ സൂചിപ്പിച്ച ഒരു വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക്. നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള വിമാനങ്ങൾ റദ്ദാക്കിയതിനെ തുടർന്ന് യാത്രക്കാർ കുടുങ്ങിയിരിക്കുകയാണ്. ജിദ്ദ, ദുബായ് സർവീസുകളാണ് റദ്ദാക്കിയത്. വിശദാംശങ്ങളുമായി ഇപ്പോൾ വിപിൻ C വിജയൻ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. വിപിൻ, ഇതെന്താണ് കാരണമായി പറയുന്നത്? വിവരങ്ങൾ എന്തൊക്കെയാണ് വിപിൻ? ഉന്മേഷ്, എത്യോപ്യയിലെ അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്ന് അന്തരീക്ഷ മലിനീകരണം, അതിന്റെ പുക, അതൊക്കെ കാരണമാണ് ഇപ്പോൾ 2 വിമാനങ്ങൾ റദ്ദാക്കിയിരിക്കുന്നത് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. നെടുമ്പാശ്ശേരിയിൽ നിന്ന് ജിദ്ദയിലേക്കുള്ള ആകാശ് എയർ, അതുപോലെ തന്നെ ദുബായിലേക്കുള്ള ഇൻഡിഗോ എയർവേസ്, ഈ 2 വിമാനങ്ങളാണ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. 5:45 കൂടിയാണ് ഈ ആകാശ് എയർവേസിലുള്ള യാത്രക്കാർക്ക് ഈ വിവരം ലഭിക്കുന്നത്. 6:15 ആയിരുന്നു വിമാനം പോകേണ്ട ഒരു സമയം. പക്ഷേ 5:45 കൂടിയാണ് അറിയിച്ചത്. അപ്പോഴേക്കും ബോർഡിംഗ് പാസ് ഒക്കെ എടുത്ത് ആളുകൾ ഉള്ളിലായിരുന്നു. ഉംറയ്ക്കുള്ള തീർത്ഥാടകരായിരുന്നു കൂടുതലായിട്ടും ഉണ്ടായിരുന്നത്. ഇവരെല്ലാം തന്നെ ഇപ്പോൾ മണിക്കൂറുകളായി അതിനുള്ളിൽ തന്നെ കുടുങ്ങിക്കിടക്കുകയാണ്. മറ്റ് വിവരങ്ങളോ അല്ലെങ്കിൽ ഇവർക്ക് വെള്ളം, ഭക്ഷണം തുടങ്ങിയിട്ടുള്ള ഒരു സൗകര്യവും ഒരുക്കിയിട്ടില്ല എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ എത്യോപ്യയിലെ അഗ്നിപർവ്വത സ്ഫോടനമാണ് ഇതിനൊരു കാരണം എന്നുള്ളത് കൂടി ഇവരോട് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എപ്പോൾ പോകാൻ കഴിയും, അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ നിലവിലെ സ്റ്റാറ്റസ് തുടങ്ങിയിട്ടുള്ള വിവരങ്ങൾ കൈമാറിയിട്ടില്ല എന്നുള്ളത് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുട്ടികളടക്കമുള്ളവർ അവിടെ കുടുങ്ങിക്കിടക്കുന്നു, നെടുമ്പാശ്ശേരിയിൽ തന്നെ ഇരിക്കുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഞായറാഴ്ചയായിരുന്നു എത്യോപ്യയിൽ ഇത്തരത്തിലൊരു അഗ്നിപർവ്വത സ്ഫോടനവും പിന്നീട് അതിന്റെ പുകമലിനീകരണവും ഉണ്ടായിരിക്കുന്നത്. ഉന്മേഷ്, ശരി വിപിൻ. വിപിൻ C വിജയനാണ് വിവരങ്ങൾ നൽകിയത്. ഇനി നമ്മൾ ഓസ്ട്രേലിയയിലെ ഒരു കാഴ്ചയിലേക്ക് പോവുകയാണ്. ഓസ്ട്രേലിയയിലെ സ്വർണം കുഴിച്ചെടുക്കുന്ന ഖനികൾ വളരെ പ്രശസ്തമാണ്. ഏറ്റവും ആഴമേറിയ ഒരു സ്വർണ്ണ ഖനിയുടെ വിശേഷങ്ങളുമായി ബൈജു കൊട്ടാരക്കര തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൽഗുർലി എന്ന സ്ഥലത്താണ്. വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ പെർത്തിൽ നിന്നും ഏതാണ്ട് 600 കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് എത്തുമ്പോൾ കൽഗുർലി എന്ന ഈ മൈന് ഉള്ള സ്ഥലത്തേക്ക് എത്തും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ സ്വർണ്ണ ഖനിയാണ് എൻ്റെ പിന്നിലേക്ക് കാണുന്നത്. അതിലെ കാഴ്ചകളൊക്കെയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നതും. കഴിഞ്ഞ വർഷം, അതായത് 2024 ഏതാണ്ട് 450 കിലോ ഔൺസ് സ്വർണമാണ് ഇവിടെ നിന്നും ഉത്പാദിപ്പിച്ചെടുത്തത്.
31,000 കിലോ ഔൺസ് സ്വർണം ഈ ഭൂമിക്കടിയിൽ ഒളിഞ്ഞു കിടപ്പുണ്ട് എന്നാണ് പറയുന്നത്. ഓസ്ട്രേലിയയിൽ നിന്ന് പോകുന്ന മിനറൽസിൽ, അതായത് സ്വർണത്തിൽ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ് കൽഗുർലിയിലെ ഈ കാണുന്ന മൈൻ. 24 ന്യൂസിന് വേണ്ടി ബൈജു കൊട്ടാരക്കര, കൽഗുർലി. കാസർഗോഡ് ജില്ലയിൽ 24 കണക്റ്റും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും സംയുക്തമായി നൽകുന്ന 8ാമത്തെ വീടിന്റെ താക്കോൽദാനം നടന്നു. ഉദുമ പഞ്ചായത്തിലെ വിജയലക്ഷ്മി മോഹൻലാൽ ദമ്പതികൾക്കാണ് ഇത്തവണ വീടൊരുങ്ങിയത്. കൂലിപ്പണിക്കാരനായ മോഹൻലാലും കുടുംബവും വർഷങ്ങളായി ചെമ്മനാട് പഞ്ചായത്തിലായിരുന്നു താമസം. ഉദുമ പഞ്ചായത്തിൽ സ്ഥലം വാങ്ങിയെങ്കിലും സ്വന്തമായി വീട് നിർമ്മിക്കാൻ സാധിച്ചില്ല. ലൈഫ് മിഷനിലും പ്രധാനമന്ത്രി ആവാസ് യോജനയിലും അപേക്ഷ നൽകിയെങ്കിലും കാത്തിരിപ്പിന് ഫലമുണ്ടായില്ല. ഇതോടെയാണ് 24 കണക്റ്റിനെ സമീപിക്കുന്നത്. കുറേ അപേക്ഷിക്കുന്ന പഞ്ചായത്തിലെല്ലാം കൊടുത്തിന് കിട്ടിയിട്ട സന്തോഷമായി. ദൈവത്തിനോട് നന്ദി. 24 ചാനൽ ചിത്തിരപ്പള്ളി നൽകിയ ഈ ഭവനത്തിന് നന്ദി. പിന്നെ എൻ്റെ കുടുംബക്കാർക്കും എൻ്റെ നാട്ടുകാരും എല്ലാവരും നമുക്ക് സഹകരിച്ച് തന്നിന് ഈ വീട്ടിന് വേണ്ടിയിട്ട്. വിജയലക്ഷ്മിയുടെ കുടുംബത്തിന് വീട് നൽകിയതിൽ സന്തോഷമെന്ന് വാർഡ് മെമ്പർ നിർമ്മല. ഈ ഒരു വീട് കിട്ടിയാൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമാണ്. ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും 24 ചാനലിനും എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും പറയുന്നു. സിറ്റ് ഔട്ട്, ഹാൾ, ബെഡ്റൂം, അടുക്കള, ബാത്റൂം എന്നിവ ഉൾപ്പെടുന്നതാണ് വിജയലക്ഷ്മിയുടെ പുതിയ വീട്. ജില്ലയിൽ പണി പൂർത്തിയായ മറ്റുള്ള വീടുകളുടെ താക്കോൽദാനവും ഉടൻ നടക്കും. കാസർഗോഡ്. വിഖ്യാത ബോളിവുഡ് നടൻ ധർമ്മേന്ദ്ര ഇനി ഓർമ്മ. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കെ മുംബൈയിലെ വസതിയിലായിരുന്നു അന്ത്യം. ഒരു യുഗം അവസാനിച്ചെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അനുശോചനം. 90ാം പിറന്നാളിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ബോളിവുഡിലെ ഹീമാൻ വിടവാങ്ങി. ഉച്ചയോടെയാണ് മരണവിവരം കുടുംബം അറിയിച്ചത്. കഴിഞ്ഞ മാസം അവസാനമാണ് ശ്വാസതടസ്സമടക്കം ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ധർമ്മേന്ദ്രയെ മുംബൈയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തുടർന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റേണ്ടി വന്നു. വീട്ടിലും ഇതേ സൗകര്യം ഒരുക്കിയാണ് ഒരാഴ്ച മുമ്പ് ആശുപത്രി വിട്ടത്. വിലേപാർലയിലെ ശ്മശാനത്തിൽ ഉച്ചയ്ക്ക് 2 മണിയോടെ സംസ്കാര ചടങ്ങുകൾ നടന്നു. കുടുംബാംഗങ്ങൾക്കൊപ്പം നടന്മാരായ ആമിർ ഖാൻ, അക്ഷയ് കുമാർ, ആദിത്യ കപൂർ, ഷബാന ആസ്മി തുടങ്ങി പ്രമുഖരുടെ നീണ്ട നിര അന്തിമോപചാരം അർപ്പിക്കാനെത്തി. ഒരു യുഗാവസാനമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖം രേഖപ്പെടുത്തിയത്. പകരക്കാരനില്ലാത്ത പ്രതിഭയാണ് വിടവാങ്ങിയതെന്ന് ഉപരാഷ്ട്രപതി അനുശോചിച്ചു. രാഷ്ട്രീയ, സിനിമ, സാംസ്കാരിക രംഗത്തെ പ്രമുഖരും അനുശോചിച്ചു. 24 മുംബൈ.